കർത്താവിന്റെ വിലയേറിയ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കാൽവറി പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ ഈ 2ാം ദിനം രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനാം ദൈവം ഒരുക്കിയ വിലയേറിയ സന്ദർഭത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് പ്രാരംഭമായി ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത് കാൻബറ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ഷിബു വർഗീസ് ആണ്. അദ്ദേഹം ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. ആയതിനായിട്ട് കർത്താവിന്റെ ദാസനെ ക്ഷണിക്കും. Praise the Lord. Hallelujah, hallelujah, hallelujah. നമുക്ക് ഒരുമിച്ച് ദിവസം ഈ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നടക്കുന്ന ഈ മീറ്റിംഗ്, ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിന്റെ നാമത്തിൽ ഈ കാൽവറി ചർച്ച് ക്രമീകരിച്ചിരിക്കുന്നതായ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രികാലം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്, വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നൽകിത്തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന പിതാവെ, സ്തുതിക്കുന്നു. അവിടുന്ന് എത്രയോ നന്ദി ചെയ്ത അത്ഭുതത്തിന്റെ പ്രവർത്തികളെ ഓർക്കുവാൻ, അങ്ങ് ആര് എന്ന് ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി കരയേറ്റുവാൻ അവിടുന്ന് അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവം, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന നല്ല സമയങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. പ്രത്യേകിച്ച് കഴിഞ്ഞതായ മാസങ്ങൾ, വർഷങ്ങൾ കർത്താവെ, പാൻഡമിക്കിലൂടെയൊക്കെ ലോകം കടന്നുപോയപ്പോൾ അനേക ദേശങ്ങളിൽ കർത്താവെ ഞങ്ങൾ കടന്നുപോയതായ പ്രതിസന്ധികളെ കുറിച്ച് ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. എന്നാൽ അതിന്റെ മധ്യത്തിലും അങ്ങയുടെ വലിയ സൂക്ഷിപ്പ്, അങ്ങയുടെ പരിപാലനം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ കർത്താവെ. ഇന്ന് സന്ധ്യാവേളയിൽ കർത്താവെ, ഞങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നന്ദി നിറഞ്ഞ ഒരു ഹൃദയവുമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പശ്ചാത്തലം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കാൻ ധൈര്യപ്പെടുവീനെന്ന കർത്താവ് ഇന്ന് സന്ധ്യാവേളയിൽ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനങ്ങൾ ഞങ്ങളുടെ ഉള്ളത്തിൽ ആഴമായി പതിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കരച്ചിലോടും അനുതാപത്തോടും കൂടി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അങ്ങയുടെ ദാസീദാസന്മാരായ അങ്ങയുടെ മക്കളായ അടിയങ്ങൾ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്ന ഈ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം കർത്താവെ നടക്കുന്ന ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ റോയ് പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും ഇന്ന് രാത്രികാലം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനം ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്ന അങ്ങയുടെ ദാസൻ പ്രിയപ്പെട്ടവരും ആത്മാഭിപ്പാൻ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന മുഖാന്തരമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ, ഞങ്ങളെ തന്നെ ഒന്നുകൂടെ കാണുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ കാണുവാൻ, ദൈവസന്നിധിയിൽ ക്രമീകരണം പ്രാപിപ്പാൻ, പ്രത്യേകിച്ച് ഈ വർഷത്തിന്റെ അവസാന സന്ദർഭങ്ങളിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ ദൈവശബ്ദം കേട്ടുകൊണ്ട് കർത്താവെ അങ്ങയുടെ വാക്കിനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും പുകഴ്ചയും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശുവിൻ ധന്യനാമത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ഷിബു വർഗീസ്. തുടർന്ന് നാം ചില ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിപ്പാനുമായിട്ടുള്ള സന്ദർഭമാണ്. ദൈവസ്ഥനിൽ എപ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, വിടുതലാണ്. ആരാധനയിൽ നടന്ന വിടുതലുകളെ കുറിച്ച് ദൈവവചനവും സാക്ഷീകരിക്കുന്നു. ഇന്ന് പകലും ഇന്ന് രാത്രികാലവും തുടർന്നുള്ള സമയം ദൈവസന്നിധിയിൽ ചില ഗാനങ്ങൾ പാടി ഒരുമിച്ച് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കും വിശ്വാസത്തോടെ പാടി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം.
ദൈവ വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കുമാറാകട്ടെ. ഇന്ന് നമ്മുടെ മധ്യേ വർഷിപ്പിനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ അശ്വിനെയും പ്രിയ ജോയലിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് പ്രിയപ്പെട്ടവർ ഒരുമിച്ച് പാടുന്ന സമയത്ത് നമുക്കും പാടി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. കാൻബറ പെന്റക്കോസ്റ്റൽ ചർച്ചിലെ മെമ്പേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഇന്ന് നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുന്നത്. ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ അതിനായി ക്ഷണിക്കുന്നു. Amen. Praise the Lord. Amen. Hallelujah. സന്തോഷമുള്ള കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. Amen. Hallelujah. Amen. Hallelujah. ഉപവാസ പ്രാർത്ഥനയുടെ ഈ രണ്ടാം രാത്രികാലം എനിക്കും ജോയലിനും നിങ്ങളോട് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അതുപോലെ I would like to take this opportunity to thank Calvary Pentecostal Church and all the church members, especially Pastor Roy, Brother Robinson. എല്ലാവർക്കുമുള്ള നന്ദി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ നോബിൾ അങ്കിൾ, ബെറ്റി ആൻറ്റി, നിക്കി ചേട്ടൻ ആൻഡ് ഫാമിലി നാട്ടിൽ ഞങ്ങളുടെ നെയ്ബേഴ്സാണ്. സോ അവരോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ലഭിച്ച നല്ല സമയത്തിനാണ് ഞാൻ എൻ്റെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആരാധനയ്ക്ക് യോഗ്യനായവൻ, ആമേൻ, ഹല്ലേലൂയ, സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ നല്ല കർത്താവിനെ ആരാധിപ്പാനായി അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. ആമേൻ, ഹല്ലേലൂയ. അല്പസമയം എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകളെയൊക്കെ ഒന്ന് ഉയർത്താം. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ, ഹല്ലേലൂയ, കഴിഞ്ഞ വർഷക്കാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ദാനങ്ങളെയും ഹല്ലേലൂയ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ആദരങ്ങളെ തുറന്ന്, ആമേൻ, ഹല്ലേലൂയ, എല്ലാ ആദരങ്ങളും തുറന്ന് ആരും മൗനമായിരിക്കാതെ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഐ നോ ദിസ് ഇസ് എൻ ഓൺലൈൻ മീറ്റിംഗ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കുറച്ച് നാളുകളായി സൂമിൽ ഹല്ലേലൂയ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം, ആമേൻ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നിന്ന് ഒരു പുതിയത് ഒന്ന് പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ ആരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ വലിയ വിടുതലുകൾ, ആമേൻ, ഹല്ലേലൂയ, വലിയ അത്ഭുതങ്ങൾ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നടക്കേണ്ടതിന് വേണ്ടി ഹല്ലേലൂയ അത് വിശ്വസിക്കുന്ന ചേർന്ന് അതരങ്ങളെ തുറന്നുകൊണ്ട് we praise you, Lord. We thank you, Jesus. We thank you for your mighty presence, oh Lord. Hallelujah. Holy Spirit, we welcome your presence, oh Lord. Hallelujah. Lord, you take complete control, oh Father. Hallelujah. We lift your name, Jesus. Praise you, Lord. Amen. The song Elia means my God is Yahweh. Amen. Hallelujah. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ. ആമേൻ, ഹല്ലേലൂയ. 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. My beloved is radiant and outstanding among 10,000. ആമേൻ, ഹല്ലേലൂയ. 10,000ങ്ങളിൽ സുന്ദരനായ നല്ല കർത്താവിനെ, ആമേൻ, ഹല്ലേലൂയ, അത്ഭുതവാനായ, ആമേൻ, ഹല്ലേലൂയ, അധികാരമുള്ള നാമമുള്ളവനായ നമ്മുടെ കർത്താവിനെ ഈ പാട്ടുകൾ പാടി ആരാധിക്കാം. ആമേൻ. എല്ലാറ്റിലും മേലെ ഒരേയൊരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടനീണയില്ല നാമം. എല്ലാറ്റിനും മേലായി, എല്ലാറ്റിനും മേലെ ഒരേയൊരു നാമം, എല്ലാ മുഴങ്കാലും മടങ്ങിയിടും നാമം, എല്ലാ നാവും പാടും, എല്ലാ നാവും പാടും യേശുവിൻ നാമം, ഒപ്പം പറഞ്ഞിടനീണയില്ല നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമത്തെ ഉയർത്താമോ? 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ
മാത്രം. എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റുന്ന നാമം. ചേർന്ന് പാടാമോ? എൻ കെട്ടുകളെ അഴിച്ച യേശുവിൻ നാമം സർവവ്യാധിയും മാറ്റിയ നാമം. എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റുന്ന നാമം. അതുകൊണ്ട് അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്ക് തുല്യനായ അങ്ങു മാത്രം, അങ്ങേക്ക് തുല്യനായ അങ്ങു മാത്രം. ശത്രുവിനെ തകർത്ത യേശുവിൻ നാമം എന്നെ ജയാളിയ മാറ്റിയ നാമം. എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം. ശത്രുവിനെ തകർത്ത യേശുവിൻ, അത് വിശ്വസിക്കുന്ന ചേർന്ന്, നീയായി മാറ്റിയ നാമം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം. അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ. ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യൻ നീ. ഹല്ലേലൂയ, മരണത്തെ ജയിച്ചവനെ, എൻ ചങ്ങലകൾ തകർത്തു ദേവാ നിൻ നാമത്തിൽ രക്ഷ. യേശുനാഥ എന്നാശ നീയേ. ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യൻ നീ. ഹല്ലേലൂയ, മരണത്തെ ജയിച്ചവനെ, എൻ ചങ്ങലകൾ തകർത്തു ദേവാ നിൻ നാമത്തിൽ രക്ഷ. യേശുനാഥ എന്നാശ നീയേ. യേശുനാഥ എന്നാശ. Praise you, Lord, and the name above all names. You are worthy of our praise, and my heart will sing how great
great is our God. And my heart will sing, how great is our God. എല്ലാ കാര്യങ്ങളും ആ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്താമോ? Hallelujah, ആരാധനയ്ക്കു യോഗ്യൻ നീ. Hallelujah, മരണത്തെ ജയിച്ചവനെ. Hallelujah, ആരാധനയ്ക്കു യോഗ്യൻ നീ. Hallelujah, മരണത്തെ ജയിച്ചവനെ. എൻ ചങ്ങലകൾ തകർത്തു ദേവാ നിൻ നാമത്തിൽ രക്ഷ. യേശുനാഥ എൻ ആശ നീയേ. ആരും നീനച്ചില്ല ആഴമാം സ്നേഹം വർണ്ണിപ്പാനാകും അസാധ്യമേ. രാജാധിരാജൻ ഉന്നതി വേടിഞ്ഞു ഭൂവിൽ വന്നു യാഗമായി. ക്രൂശിൽ മരിച്ചവൻ എൻ പാപം പോക്കി. എല്ലാ നാളും ഞാൻ വാഴ്ത്തിയിടുമേ. സുന്ദരരൂപനെ സ്തുതിക്കു യോഗ്യനെ. യേശുനാഥ എൻ ആശ നീയേ. യേശുനാഥ എൻ ആശ നീയേ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഹല്ലേലൂയ നമ്മുടെ ആശ്രയം യേശു മാത്രം. ആമേൻ. ഹല്ലേലൂയ. പാതാളത്തെയും മരണത്തെയും ജയിച്ചവൻ. ആമേൻ. ഹല്ലേലൂയ. അവൻ സർവശക്തനായ ദൈവം. ആമേൻ. ഹല്ലേലൂയ. അവനെ പോലെ തുല്യനായ വേറൊരു ദൈവം ഇല്ല. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, the Lord is my strength and my song, he has given me victory, this is my God and I will praise him and exalt him. Amen. Hallelujah. Psalms chapter 9 says, the Lord is a refuge for the oppressed, a stronghold in times of trouble. Amen. Hallelujah. Those who seek the Lord lack no good thing. Amen. Hallelujah. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല? ആമേൻ. ഹല്ലേലൂയ. Tonight, amen. Hallelujah. Those who are listening to me, amen. Hallelujah. Let me ask you, are you sad? Amen. Hallelujah. Tonight, are you depressed? Do you feel worthless? Amen. Hallelujah. Hallelujah. നമ്മൾ ഹല്ലേലൂയ ഇന്ന് വന്നിരിക്കുന്നത് ഹല്ലേലൂയ നമ്മളെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിച്ച നമ്മുടെ കർത്താവിന്റെ സന്നിധിയിലാണ്. ആമേൻ. ഹല്ലേലൂയ. Do not worry, for he is with you. Amen. Hallelujah. Even though I walk through the valley of death, amen. Hallelujah. For he, amen. Hallelujah, is with me. Amen. Hallelujah. കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഹല്ലേലൂയ ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടില്ല, because അവൻ എൻ്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ആമേൻ ഹല്ലേലൂയ അല്പസമയം കരങ്ങളെ തട്ടി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആദരങ്ങളൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആ നല്ല കർത്താവിനെ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമുക്ക് ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. Praise you, Lord. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. Praise you, Lord. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെ. കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും
ഭയപ്പെടേണ്ടിനിയും. ഓ തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. ഓ തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. ഓ കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നെ. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ. വിശ്വസിക്കുന്ന ചേർന്ന് ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. ഓ കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. ഓ കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. ഓ തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. അടിയുമൂടിയും നിർമ്മിച്ച നാഥനെ, അടിയുമൂടിയും നിർമ്മിച്ച നാഥനെ. ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാൻ കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോൾ. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനെ നിൻ മക്കൾ കൂടിയിടുമ്പോൾ. മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നൂര, മധ്യേ വന്നനുഗ്രഹം ചെയ്തിടാമെന്നൂര. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ചെയ്തവൻ നീ മാത്രമേ എന്നാലും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടും നീതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ചീടുന്നീതാ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോൽ. ചെങ്കടൽ കടന്ന മിര്യാം തൻ കയ്യിൽ തപ്പെടുത്താത്തതുപോൽ. പാപത്തിൻ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാ, പാപത്തിൻ ചങ്ങല
പൊട്ടിച്ചെറിഞ്ഞതാ ഞാൻ നിന്നെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ഞാൻ നിന്നെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ യാത്രകളൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് അന്യഭാഷകൾ ആരാധനയ്ക്ക് യോഗ്യനായവനെ സർവശക്തനായ കർത്താതി കർത്താവായ രാജാതി രാജാവായ നമ്മുടെ കർത്താവിനെ we lift your name, Jesus. We praise, we thank you, Lord. Amen. Hallelujah. അവന് തുല്യനായ വേറൊരു ദൈവമില്ല. ആമേൻ. ഹല്ലേലൂയ. അവൻ സകല ഹല്ലേലൂയ ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായവൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. ആമേൻ ഹല്ലേലൂയ. ആസ് വി സ്റ്റെപ്പ് ഇൻടു ദിസ് ന്യൂ ഇയർ ആമേൻ ഹല്ലേലൂയ കർത്താവിനോടൊന്ന് പറയാമോ, കർത്താവേ ഹല്ലേലൂയ ഇതുവരെ ഞങ്ങൾ ചെയ്തതുപോലെ അല്ല കർത്താവേ ഹല്ലേലൂയ, ഈ പുതിയ വർഷത്തിൽ കർത്താവേ ഹല്ലേലൂയ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ഹല്ലേലൂയ ശുശ്രൂഷ, ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് മിനിസ്ട്രി ഞങ്ങളിലൂടെ ഒന്ന് ചെയ്തെടുക്കണമേ എന്ന് എത്ര പേർ സമർപ്പിക്കും? ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. എണ്ണമില്ല നന്മകളെ നമ്മുടെ ജീവിതത്തിൽ നൽകി ആമേൻ ഹല്ലേലൂയ നമ്മളെ മാനിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ. Praise you, Lord Jesus. Thank you, Father. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹ എല്ലാ കാര്യങ്ങളും ഉയർത്തി നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവൽ. ആ ബോധ്യമുള്ള ചേർന്ന് കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി. ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാമോ നമ്മുടെ കർത്താവിന്? നന്ദി എൻ യേശുപരാ, യേശുവേ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ സ്വർഗീയ പിതാവേ കർത്താവേ ഈ നല്ല രാത്രി സമയത്തിനായി കർത്താവേ നല്ല ദൈവമേ ആരാധനയ്ക്കായി ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പം ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായ ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഭാരങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങളെ കൈവിടാതെ ഞങ്ങളെ താങ്ങുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിന് അങ്ങയുടെ മഹാകരുണയ്ക്കായി ഞങ്ങൾ വീണ്ടും ഇന്ന് രാത്രിക്കാലം നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈ വർഷക്കാലം ഹല്ലേലൂയ ഈ വർഷം കഴിയുമ്പോൾ ഹല്ലേലൂയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവമേ ഞങ്ങൾക്ക് ആയിരിക്കാൻ ദൈവമേ തന്ന അവസരത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഇനിയുള്ള അല്പസമയം ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ദൈവമേ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ അങ്ങയുടെ ശബ്ദം കേട്ട് ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇന്ന് രാത്രികാലം മടങ്ങി പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥന പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Amen. Amen. Praise the Lord.
താങ്ക് യു ബ്രദർ അശ്വിൻ ആൻഡ് ജോയൽ. വളരെ ആത്മാശക്തിയോടെ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രിയ അശ്വിനെയും ജോയലിനെയും ദൈവം സഹായിച്ചല്ലോ. കർത്താവ് പിന്നെയും അവരെ ഈ നാളുകളിൽ ദൈവകരങ്ങളിലെടുത്ത് അനേക വേദികൾ പാടുവാൻ, അനേകരോട് ദൈവാത്മാവിൽ അത് പാടി അവരെ ആത്മനിറവിലേക്ക് കൊണ്ടുവരുവാൻ ആ പ്രിയപ്പെട്ടവരെ പിന്നെയും സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിൽ കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ നാമത്തിലുള്ള നന്ദി പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൽ നമ്മുടെ തലകളെ വണക്കാം. തുടർന്നുള്ള സമയം നാം അല്പനിമിഷം ദൈവത്തിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിപ്പാൻ പോവുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി, കർത്താവിന്റെ ശക്തിയാൽ, ദൈവകൃപയാൽ കർത്താവ് നമ്മെ നിറയ്ക്കേണ്ടതിനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇന്നയോളം കർത്താവ് നമ്മെ നടത്തി, കർത്താവിന്റെ കരം നമ്മോട് കൂടിയിരുന്നു. അശ്വിൻ അതേ ഇന്ന് വർഷിപ്പ് ലീഡ് ചെയ്ത സമയത്ത് ഓർപ്പിച്ചതുപോലെ ഈ വർഷം നമ്മെ വിട്ട് കടന്നു പോകുവാൻ ചില ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വർഷത്തിന്റെ ഈ അവസാന സമയങ്ങളിൽ ദൈവത്തിലായിരിക്കുന്ന ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ശക്തി എന്റെ മേൽ അയക്കണമേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ദൈവകൃപയാൽ എന്നെ നിറയ്ക്കണമേ. അടുത്തൊരു വർഷം ഞാൻ പ്രവേശിക്കുമ്പോൾ ആത്മാവിന്റെ പുതിയൊരു ബലത്തോടെ, പുതിയൊരു ശക്തിയോടെ കർത്താവെ ദൈവസ്ഥലിൽ ഇരുന്ന് പ്രാപിച്ച് ആ ബലത്തോടെയും ശക്തിയോടെയും പുതിയ വർഷത്തിലേക്ക് കാലുവയ്ക്കുവാൻ അവിടുന്ന് എന്നെ സഹായിക്കുമാറാകണമേ. ഈ ഒരു വർഷക്കാലം നമുക്കറിയാം വളരെ പ്രയാസത്തിലൂടെ, കഷ്ടത്തിലൂടെ ലോകമൊക്കെയും കടന്നു പോകുവാനിടയായി. എത്രയോ പേർ ഈ ലോകത്തിൽ തന്നെ കടന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കവേ കർത്താവ് നമ്മെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു. നമുക്ക് പുകഴുവാനൊന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. നാം ആകുന്നത് കൃപയാൽ മാത്രമാണ്. ദൈവസന്നിധാനത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. വിവിധ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. എവിടെ നിന്നൊക്കെ ഈ രാത്രികാലം ദൈവസന്നിധിയിലേക്ക് തന്റെ ജനം കടന്നു വന്നിട്ടുണ്ടോ അവരോടൊക്കെയും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വേലയിലായിരിക്കും ദൈവദാസന്മാർ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടല്ലോ. അവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ബലവും ശക്തിയും കൃപയും പ്രാപിച്ചുകൊണ്ട് പുതിയ വർഷക്കാലം തന്റെ ജനത്തെ ആത്മാവിൽ നയിക്കുന്നതിനാവശ്യമായ കൃപ തന്റെ ദാസന്മാരുടെ മേൽ ദൈവം അയക്കേണ്ടതിന് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശേഷാൽ ഇന്ന് രാത്രികാലത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ് തുടർന്ന് ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുമ്പോൾ ശക്തിയോടെ, ബലത്തോടെ, അധികാരത്തോടെ ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ആലോചന തന്റെ സഭയ്ക്ക് നൽകുവാൻ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷാൽ 1-2 പ്രാർത്ഥനാ വിഷയം കൂടി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം കടന്നു വന്ന് ആരാധനയ്ക്ക് ലീഡ് ചെയ്യേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ബ്രൈറ്റ് എബ്രഹാം അതേ കോവിഡ് പോസിറ്റീവായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു. കർത്താവ് തന്നെ സൗഖ്യമാക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വകവകയിലുള്ള ബ്രദർ ബിന്നിസി മാത്യുവിന്റെ മദറിലോ ശരീരത്തിന് സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലായിരിക്കുന്നു. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ചർച്ചിലെ പ്രിയ പൈതൽ ബ്രേഡിന് വേണ്ടി ചില നാളുകളായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. പൈതലിനെയും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം, അവൻ അതേ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്, ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ വിഷയങ്ങൾ ഓർത്ത് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നത് ടൗൺസ്വിൽ ഇമ്മാനുവൽ ക്രിസ്ത്യൻ ചർച്ചിലെ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ ജെറി ജോർജ് വർഗീസ് ആണ്. പത്തനാപുരത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് അയൽവക്കത്താണ് ആ പ്രിയപ്പെട്ടവൻ താമസിക്കുന്നത്. ഇപ്പോൾ ടൗൺസ്വിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെറി പോൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവദാസനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. സ്വർഗീയ നല്ല പിതാവെ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, 2021 ഞങ്ങൾ വിട്ടുമാറുന്ന ഈ സമയങ്ങളിൽ കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ കാൽവറി പെന്തക്കോസ്റ്റ് ചർച്ച് ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയോട് നിന്റെ സന്നിധിയിലായിരിക്കുന്നല്ലോ കർത്താവെ. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ഒരു ദൈവമാകിയാൽ അങ്ങേക്ക് നന്ദി പറഞ്ഞു കർത്താവെ. ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ പേർ ചൊല്ലി വിളിക്കുകയും ഞങ്ങളുടെ അന്ത്യം കാണുകയും ചെയ്ത ദൈവമാകിയാൽ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം കർത്താവിന്റെ പദ്ധതിയിലൂടെ ആകിയാൽ അങ്ങേക്ക് നന്ദി പറഞ്ഞു കർത്താവെ. ഒന്നും ഞങ്ങൾ അറിയുന്നു കർത്താവെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വാഗ്ദത്തം ഞങ്ങളുടെ മേൽ ഉള്ളതുകൊണ്ട് കർത്താവെ, അങ്ങനെ ഞങ്ങൾ പ്രത്യാശ വെക്കുന്നു കർത്താവെ. ഈ ലോകത്തിന്റെ സാഹചര്യം മാറിയാലും നിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മാറത്തില്ലല്ലോ കർത്താവെ. കർത്താവെ, അതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവ്. പ്രത്യേകിച്ച് ഈ സത്യനെ ദൈവവരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർ ഫാസ്റ്റിംഗ് ആയിരിക്കുന്നല്ലോ കർത്താവെ, അവർ ദൈവസന്നിധിയിൽ ഇരിക്കുന്നല്ലോ കർത്താവെ. ദൈവം അവരുടെ മുഖത്തെ മാനിക്കുമാറാണ് കർത്താവെ. കർത്താവെ, മോശ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കർത്താവെ തേജസ്സിന്റെ ശുശ്രൂഷയായിട്ട് വെളിയിൽ വന്നതുപോലെ കർത്താവെ, ഈ സഭ കർത്താവെ ഫാസ്റ്റിംഗ് കഴിയുമ്പോൾ ഒരു തേജസ്സിന്റെ ശുശ്രൂഷ ആ കൂടാരങ്ങളിൽ വെളിപ്പെടട്ടെ കർത്താവെ.
ദേശത്തിന്മേൽ വെളിപ്പെടട്ടെ കർത്താവെ. കർത്താവെ, തേജസ്സിന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറയുന്ന ഒരു സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം പിതാവെ, ഈ നാളുകൾ അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, നീ മരുഭൂമിയിൽ ഫാസ്റ്റിംഗ് ആയിരുന്നു ഇറങ്ങി വന്ന് ആത്മാവിന്റെ ശക്തിയോടാണെങ്കിൽ കർത്താവെ, ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് സഭ വെളിവരുന്നത് ഉണർവിന്റെ കാറ്റായി മാറട്ടെ കർത്താവെ. പൈശാച ലോകങ്ങളെ കുലുക്കുന്നവരായി മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ദേശങ്ങളെ കീഴടക്കട്ടെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക ഹല്ലേലൂയ രാജ്യക്കാര്, വ്യത്യസ്ത ഹല്ലേലൂയ മതക്കാര് കർത്താവെ, അവരെല്ലാം യേശുവിനെ അറിയുന്ന നാളുകളായി മാറട്ടെ കർത്താവെ. ദൈവകരം അവരെടുത്ത് ഉപയോഗിക്കുമാറാണ് കർത്താവെ. ഹല്ലേലൂയ. ഒരു പ്രതികൂല സാഹചര്യത്തിൽ മോർദെഖായി ദൈവസന്നിധിയിൽ ഫാസ്റ്റ് ചെയ്തപ്പോൾ കർത്താവെ, അവരുടെ സാഹചര്യം മാറി കർത്താവെ. ഹല്ലേലൂയ. കാവൽക്കാരനായിരുന്ന മോർദെഖായി ഹല്ലേലൂയ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കയറി അധികാരത്തിൽ കയറിയതുപോലെ ഈ നാളുകൾ കർത്താവ് ദേശത്തിന്റെ അധികാരത്തിൽ കയറിയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവെ അവർക്ക് വേണ്ടി പരിവർത്തിക്കുമാറാണ്. ശത്രു പദ്ധതി ഒഴുക്കി അതേ ശത്രുവിന്റെ വായിൽ നിന്ന് അവരുടെ നന്മ വെളിപ്പെട്ടതുപോലെ കർത്താവെ, ഈ സഭയ്ക്കെതിരായ വിധി എഴുതിയവരുടെ വായിൽ തന്നെ കർത്താവെ നന്മകൾ വരട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവെ. പ്രത്യേകിച്ച് ഇതേ കർത്താവ് ഇന്ന് ഫാസ്റ്റിംഗ് ആയിരിക്കുന്ന ഓരോ ജനത്തെ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, അവരുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന, അവരുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന അങ്ങ് ആണല്ലോ കർത്താവെ. ഇന്ന് രാത്രികാലം നീ അവരോട് സംസാരിക്കുമാറാണ്, നീ അവരെ തൊടുമാറാണ് കർത്താവെ. ചില കിളിർപ്പുകൾ വരട്ടെ കർത്താവെ, ചില അതിരുകൾ വിശാലത വരട്ടെ കർത്താവെ, ചില മനസ്സിന്റെ വേദനകൾ മാറ്റിയെടുക്കട്ടെ കർത്താവെ. ഇന്ന് രാത്രികാലം കർത്താവെ, ദൈവവചന ദൈവദാസനായി സ്തോത്രം കർത്താവെ, ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവെ, വചനത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടട്ടെ കർത്താവെ, ചില ഹൃദയങ്ങൾ തുറക്കട്ടെ കർത്താവെ. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്ന ദിനങ്ങളായി മാറട്ടെ കർത്താവ്. ചില യുവജനങ്ങൾ കർത്താവെ, ഈ ദേശത്തിന് വേണ്ടി അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു അഭിഷേകത്തോട് വെളിവരുന്ന ഹല്ലേലൂയ ദിവസങ്ങളാക്കി ദൈവം അങ്ങ് മാറ്റാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, അങ്ങയുടെ വചനം വായിച്ച് സൗഖ്യമാക്കണേ. സൗഖ്യം ഞങ്ങളുടെ അവകാശമാണല്ലോ കർത്താവെ, അത് സംഭവിക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, ദൈവദാസനെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷിക്കാൻ ദാസന്മേൽ ദൈവകൃപ ചൊരിയുന്നതായി നന്ദി പറയും. പ്രത്യേകിച്ച് റോയ് പാസ്റ്ററിനായി സ്തോത്രം. കുടുംബത്തെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. നിന്റെ മുഖത്ത് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവെ. തക്ക സമയത്ത് ഉത്തരം ആളുന്നവൻ കർത്താവെ. ഹല്ലേലൂയ. അവന്റെ ബലമുള്ള കൈക്ക് താണിരുന്ന ഹല്ലേലൂയ തക്ക സമയത്ത് ഉയർച്ച ഉണ്ടാവുമ്പോൾ കർത്താവെ, ഈ നാളുകൾ കർത്താവെ തന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളിലെ മാറ്റങ്ങൾ ദൈവം ഞങ്ങളെ കാണിക്കാൻ പോകുന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. കടന്നു വന്ന് ഓരോരുവരെയും ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. വർഷിപ്പിൽ ലീഡ് ചെയ്തവർക്കായി സ്തോത്രം. നിങ്ങൾ പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തിന്മേൽ ഒരു ഉണർവായിക്കണേ കർത്താവെ. ഈ ദേശത്തിന്മേൽ ഒരു മാറ്റം ഉണ്ടാവട്ടെ കർത്താവെ. നശിക്കുന്ന തലമുറയുടെ സൗരഭ്യവാസനയായി ഞങ്ങളുടെ തലമുറകൾ എഴുന്നേൽച്ചു വരുവാൻ പിതാവെ സഹായിക്കുമാറാണ്. അങ്ങനെ ചെയ്തിരിക്കാൻ നന്ദി. സകല മാനമോത്ത് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു പാസ്റ്റർ ജെറി. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് മെൽബണിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷാവസാനം നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാം ദിനം രാത്രികാലം നമുക്കൊരുമിച്ച് ഇപ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാൻ സർവശക്തനാം ദൈവം ഇങ്ങനെ ഒരുക്കിയ വിലയേറിയ സന്ദർഭത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ നിലയും ഇന്നും നാളെയുമായി നമ്മുടെ മധ്യേ ദൈവവചനം സംസാരിക്കേണ്ടതിനായി കർത്താവിനാൽ അയച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസിനെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് നാട്ടിൽ നിന്ന് ഒക്കെയും വിവിധ ദൈവത്തിന്റെ ദാസന്മാര് പ്രിയപ്പെട്ടവർ ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരിക്കലൂടെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങൾ നാം ഒരുമിച്ച് ഈ വെർച്വൽ മീഡിയയിൽ ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ സന്തോഷവും വിടുതലിന് കാരണമായി തീരട്ടെ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ ദൈവവചനവുമായി കടന്നു വരുന്നതിന് മുമ്പ് നാളത്തെ മീറ്റിംഗിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ് തന്നെയായിരിക്കും നാളെയും നമ്മുടെ മധ്യേ ദൈവവചനവുമായി കടന്നു വരുന്നത്. എന്നാൽ വർഷിപ്പിനായിട്ട് ഇന്നലെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രിയ പാസ്റ്റർ ജോസ് മേമന വർഷിപ്പിനായിട്ടും കടന്നു വരുന്നു. നിങ്ങൾ തക്ക സമയത്ത് തന്നെ കടന്നു വരിക. മെൽബൺ ടൈം 7 o'clock നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത്. തക്ക സമയത്ത് തന്നെ ജോയിൻ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ മെൽബൺ ടൈം 11 മണിക്ക് രാവിലത്തെ ഒരു സെഷനും കൂടെ പ്രാർത്ഥനയിലായിരിക്കുന്ന സമയമുണ്ട്. ഫ്രീ ആയിട്ടുള്ളവർ ജോയിൻ ചെയ്യുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു.
ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനവുമായി നമ്മുടെ മധ്യയായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയെങ്കിലും വേഗത്തിൽ 1-2 വാക്കുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഇന്നലെ കടന്നു വരുവാൻ കഴിയാത്തവർക്ക് വേണ്ടി പറഞ്ഞ് ആ ദൈവദാസനെ തുടർന്ന് ക്ഷണിക്കുവാനും ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള അവസരം വേർതിരിപ്പാനും കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാലങ്ങളിൽ കർത്താവ് അതിശക്തമായി എടുത്തുപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ് പാസ്റ്റർ അനീഷ് തോമസ്. ഇന്നലെ അതിശക്തമായി ദൈവത്തിന്റെ ആലോചന നൽകുവാൻ കർത്താവ് തന്റെ അഭിഷേകത്തിനെ എടുത്ത കരങ്ങൾ ഉപയോഗിക്കുവാൻ ഇടയായി. ഈ ദിവസങ്ങളിൽ താൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുകയാണ്. തന്റെ ഉപവാസത്തിന്റെ 21 ദിന ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന് എന്ന് ഇന്നലെ അറിയുവാൻ കഴിഞ്ഞു. വളരെ ആത്മാവിന്റെ ശക്തിയോടെ നമ്മുടെ മധ്യേ ഈ ദിവസങ്ങളിൽ ദൈവം തന്റെ ദാസനെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചയച്ചിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ ദാസൻ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിനുള്ള ബന്ധത്തിൽ റാന്നിയിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രിൻസ് റാന്നിയോട് ചേർന്ന് പവർ വിഷനിൽ വീട്ടിലെ സഭായോഗം എന്ന പ്രോഗ്രാം അതേ ലോകപ്രസിദ്ധമായ രീതിയിൽ ഈ നാളുകൾ ആയിത്തീർന്നല്ലോ. അതിലൊക്കെ വളരെ ശക്തമായി ദൈവത്തിന്റെ ആലോചന അറിയിച്ചു വരുന്നു. ഈ രാത്രിയിൽ നമുക്ക് വളരെയേറെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ദൈവസ്ഥലിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ രാത്രിയിലും കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ചു മെൽബണിലുള്ള കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് തുടർമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ രാത്രിയിൽ തിരുവചനം ഉയർത്തുവാൻ ലഭിച്ച അവസരം ഭാഗ്യമായി, പദവിയായി, നിയോഗമായി ഞാൻ കരുതുന്നു. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പ്രിയ റോയ് സുമേൽ പാസ്റ്റർ, ക്രിസ്തുവിൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കർത്തൃദാസന്മാർ, പ്രിയ MC ജോസ് പാസ്റ്റർ, പ്രിയ ബ്രദർ ബിജു മേനത്ത്, റോബിൻസൺ മാത്യു തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ചായിരിക്കുന്നതിൽ കർത്താവിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിലായിരുന്നു. കർത്താവ് നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഇരുന്നു. ഈ നിമിഷങ്ങളിലും നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന സമയങ്ങളായതുകൊണ്ട് തന്നെ ധാരാളം പ്രിയപ്പെട്ടവരിങ്ങനെ ഞങ്ങളെ കാണാനായിട്ട് സ്തോത്രം ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ക്യാമറ ഇടയ്ക്കൊന്ന് ഓഫ് ചെയ്തത്. അത്യാവശ്യമായിട്ട് ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. ദൈവം സഹായിക്കട്ടെ. വളരെ പ്രതീക്ഷയോട് പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് സന്ധ്യയിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ തിരുവചനം. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞ് വീണു. സ്തോത്രം. ഒരു ജനതയുടെ ചരിത്രത്തിൽ ദൈവം ചെയ്ത അത്ഭുതകരമായ ദൈവപ്രവൃത്തികളുടെ വിവരണമാണ് നാം വായിച്ച തിരുവചനം. എൻ്റെ ക്രിസ്തീയ ശുശ്രൂഷയിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പൗലോസിന്റെ പുതിയ നിയമ ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം എബ്രായ ലേഖനം തന്നെ. എബ്രായ ലേഖനത്തിന്റെ പ്രത്യേകത വിശ്വാസത്തിൽ ആരോഗ്യമുള്ള ഒരു സഭയ്ക്ക് മാത്രമേ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയൂ. അതുകൊണ്ട് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക എന്ന ആഹ്വാനമാണ് എബ്രായ ലേഖനം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ തന്നെ ഗൗരവത്തോടെ പഠിക്കേണ്ട 2ാമത്തെ ഒരു ലേഖനമാണ് കൊരിന്ത്യർ ലേഖനം. ആ ലേഖനത്തിന്റെ പ്രത്യേകത അവിടെ പറയപ്പെടുന്നത് ജീവിത വിശുദ്ധി പാലിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ദൈവഹിത പ്രകാരം പ്രയോജനപ്പെടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിത വിശുദ്ധി പാലിക്കുക എന്ന ആഹ്വാനമാണ് കൊരിന്ത്യർ ലേഖനം നമുക്ക് സമ്മാനിക്കുന്നത്. അടുത്ത ലേഖനമാണ് ഗലാത്യ ലേഖനം. സ്തോത്രം. ഗലാത്യ ലേഖനത്തിന്റെ പ്രത്യേകത നമ്മൾ ആരായിരുന്നെന്നും ഇന്ന് നമ്മൾ ആരായിരിക്കുന്നുവെന്നും നാളെ നമ്മൾ ആരായി തീരണം എന്നുള്ളതുമായ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ തന്നെ സ്തോത്രം ഉപദേശത്തിൽ ദൃഢതയുള്ളവരായി തീരുക എന്ന ആഹ്വാനമാണ്
ഗലാത്യ ലേഖനം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പൊ 3 ലേഖനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വിശ്വാസത്തിൽ ബലമുള്ളവരാക്കി തീർക്കുന്ന എബ്രായ ലേഖനം. 2, ജീവിതത്തിൽ സ്ഥിരതയുള്ളവരാക്കി മാറ്റുന്ന കൊരിന്ത ലേഖനം. അത് പാസ്റ്റർ മ്യൂട്ട് ആയിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണം. സോറി സ്തോത്രം. അപ്പം വിശ്വാസത്തിൽ ബലമുള്ളവരാക്കി തീർക്കുന്ന എബ്രായ ലേഖനം, ജീവിതത്തിൽ വിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന കൊരിന്ത ലേഖനം, ഉപദേശത്തിൽ നമ്മെ ദൃഢതയുള്ളവരാക്കി മാറ്റുന്ന ദൈവത്തിന് സ്തോത്രം ഗലാത്യ ലേഖനം. ഈ ലേഖനത്തിൽ പ്രത്യേകിച്ച് എബ്രായ ലേഖനം 11-ാമത്തെ 5 നിലകളും 66 മുറികളുമുള്ള മനോഹരമായ ഒരു കെട്ടിടമാണ് ബൈബിളെങ്കിൽ അതിന്റെ മൂലക്കൽ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അധ്യായമാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം. 11-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്താണെന്ന് നിർവചിക്കപ്പെട്ടിരിക്കുക. 4 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ ദ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം എന്താണെന്ന് വെളിപ്പെടുത്തുക. അപ്പം വിശ്വാസത്തെ നിർവചിച്ചതിന് അനന്തരം വിശ്വാസം എന്താണെന്ന് എന്ത് ചെയ്യുക, വെളിപ്പെടുന്ന പുസ്തകമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം. 17 പേരുടെ ചരിത്രം, 17 പേരുടെ ചരിത്രം, കാലാകാലങ്ങളിൽ ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെട്ട 17 പേരുടെ ചരിത്രത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ 6 മുഖങ്ങൾ വെളിപ്പെടുന്നതാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദ 6 ഫേസസ് ഓഫ് ഫെയ്ത്ത്. സ്തോത്രം. വിശ്വാസത്തിന്റെ 6 തലങ്ങൾ അഥവാ 6 മുഖങ്ങൾ. എന്തൊക്കെയാ വിശ്വാസത്തിന്റെ 6 പ്രത്യേകത? ഒന്നാമത് ദൃഷ്ടാന്തമായി കൊണ്ട് നിർത്തുന്നു. ആരെ? ഹാബേലിനെ ദൃഷ്ടാന്തമായിട്ട് നിർത്തിയിട്ട് പറയുന്നു ഫെയ്ത്ത് വർഷിപ്പിംഗ്. വിശ്വാസം നിർബന്ധിക്കും. എന്തിനു വേണ്ടി? ആരാധിക്കുക. ഒന്ന് പറഞ്ഞേ പ്രിയപ്പെട്ടവരെ, ആരാധിക്കുക. 2 ആരാധനക്കാരെ അവിടെ വെളിപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ആരാധനക്കാരൻ സ്വച്ഛാരാധനക്കാരൻ, 2ാമത്തെ ആരാധനക്കാരൻ സത്യാരാധനക്കാരൻ. സ്വച്ഛാരാധനയുടെ പ്രതിനിധിയായ കയീന്റെ തലമുറ, സത്യാരാധനയുടെ പ്രതിനിധിയായ ഹാബേൽ. എത്ര കാലം ഭൂമി ജീവിച്ചെന്നുള്ളതല്ല വിഷയം, ജീവിച്ചിടത്തോളം കാലം ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ദൈവപ്രസാദം പ്രാപിച്ചു എന്നുള്ളതാ ഹാബേലിനെ വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ 50,000 കൊല്ലം ജീവിക്കാമെന്നുള്ള എഗ്രിമെന്റിലല്ല നമ്മളാരും ഇവിടെ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര നാള് ജീവിച്ചാലും അത്രയും കാലം ദൈവത്തെ ആരാധിച്ച് ദൈവപ്രസാദം പ്രാപിക്കുക. ഇതാണ് ഹാബേൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹാബേലിൽ നിന്ന് വീണ്ടും അടുത്ത തലത്തിലേക്ക് വരികയാ വിശ്വാസം. പ്രതിനിധിയായിട്ട് കൊണ്ട് നിർത്തുന്നു. ആരെ? ഹാനോക്കിനെ കൊണ്ട് നിർത്തിയിട്ട് പറയാ ഫെയ്ത്ത് വാക്കിംഗ്. വിശ്വാസം ക്രമീകൃതമായ ഒരു നടപ്പിന് നമ്മെ നിർബന്ധിക്കും. എന്താ? ക്രമീകൃതമായ ഒരു നടപ്പ്. 1960 വർഷമൊക്കെ ആൾക്കാർ ജീവിച്ച ഒരു തലമുറയിൽ ഒരു മനുഷ്യൻ ജീവിച്ചു അതിന്റെ 1/3 കാലം എന്ന് പറഞ്ഞാൽ 300 വർഷം. പ്രിയപ്പെട്ടവരെ, ജീവിച്ചിടത്തോളം കാലം ദൈവത്തോട് ചേർന്ന് നടന്നു. ഏത് രാജ്യത്ത് ജീവിച്ചാലും ദൈവമക്കളെ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തോട് ചേർന്ന് നടക്കാം. അപ്പം വിശ്വാസം ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ്. വിശ്വാസം ദൈവഹിത പ്രകാരമുള്ള ഒരു നടപ്പിന് നിർബന്ധിക്കുന്നതാണ്. ഇനി വിശ്വാസത്തിന്റെ 3ാമത്തെ തലം ഫെയ്ത്ത് വർക്കിംഗ്. വിശ്വാസം പ്രവർത്തിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നതാണ്.
എന്താ? പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കുന്ന വിശ്വാസം. നോക്കിക്കേ, ആ ഒരു തലമുറയിലെ സ്തോത്രം, നോഹ ദൈവത്തിന്റെ അരുളപ്പാടിനനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവം പറഞ്ഞതുപോലെ ഒരു പെട്ടകമൊക്കെ ഉണ്ടാക്കി, ആളുകളെയൊക്കെ കൂട്ടി, വാതിൽ നമ്മളായിട്ടൊന്നും അടയ്ക്കേണ്ട, ദൈവം അടയ്ക്കേണ്ട സമയത്ത് അടച്ചോളൂ. അടയ്ക്കേണ്ട സമയത്ത് അടയ്ക്കുകയും ചെയ്യും, തുറക്കേണ്ട സമയത്ത് തുറക്കുകയും ചെയ്യും. ചുമ്മാ ഇടുന്ന വെപ്രാളപ്പെടുമൊന്നും വേണ്ട. സമയത്ത് തുറക്കാനും ദൈവം, അടയ്ക്കാൻ അറിയാമെങ്കിൽ പിന്നെ തുറക്കാൻ ദൈവത്തിന് അറിയാം. അതിലൊക്കെ അടച്ചു കഴിഞ്ഞപ്പോ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ. ഭയങ്കര മഴയല്ലേ, റാന്നിക്കാരനായതുകൊണ്ട് എനിക്കറിയാം വെള്ളം വരുന്നെന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല, ഇനി വരുമല്ലേ. ആടി വരയാൻ തുടങ്ങി പെട്ടെന്ന് പിള്ളേർ ചോദിച്ചു, എന്റെയപ്പാ. അപ്പൻ ചോദിച്ചു, എന്തുവാടാ? അപ്പ ആ സാധനം എന്റെയപ്പാ. അപ്പൻ ചോദിച്ചു, എന്തുവാടാ? അപ്പാ, ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയപ്പോ ഈ പെട്ടകം കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്റ്റിയറിങ്ങോ അല്ലെങ്കിൽ ഒരു എഞ്ചിനൊക്കെ ആവശ്യമാണ്. എന്തി ഉണ്ടോ? നമ്മുടെ പെട്ടകത്തിന് സ്റ്റിയറിങ് ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തെ അനുസരിക്കുന്നവന്റെ പെട്ടകത്തിന്റെ സ്റ്റിയറിങ് മേളില. ഇന്ന് രാത്രി, ഉപവാസത്തിന്റെ രണ്ടാമത്തെ രാത്രി, ദൈവസന്നിധിയോട് അടുത്തു വന്നിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിൽ ആലോചന പറയുന്നു. ദൈവഹിത പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമില്ലേ, നിന്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്ന ഒരു സ്വർഗം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞോണം. കൊണ്ടുപോകേണ്ട വഴിയിലൂടെ എല്ലാം കൊണ്ടുപോകും. ഉറക്കേണ്ടടത്ത് കൊണ്ട് ഉറപ്പിക്കും. അപ്പം വിശ്വാസത്തിന്റെ മൂന്നാമത്തെ തലം ഫെയ്ത്ത് വർക്കിംഗ്. ഇനി വിശ്വാസത്തിന്റെ നാലാമത്തെ തലം ഫെയ്ത്ത് വെയിറ്റിംഗ്. ആരുടെയൊക്കെ അനുഭവം പറയുന്നത്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, പിതാക്കന്മാരുടെ അനുഭവം പറഞ്ഞു പറയാ. ഫെയ്ത്ത് വെയിറ്റിംഗ്. വിശ്വാസം എന്ത് ചെയ്യുന്നു? സ്തോത്രം, കാത്തിരിക്കാൻ പ്രേരിപ്പിക്കും. അപ്പൊ വിശ്വാസത്തിന്റെ ചില തലങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, വിശ്വാസം ആരാധിക്കാൻ നിർബന്ധിക്കും. രണ്ട്, വിശ്വാസം വ്യവസ്ഥ പ്രകാരം നടക്കാൻ നിർബന്ധിക്കും. മൂന്ന്, വിശ്വാസം പ്രവർത്തിക്കുവാൻ നിർബന്ധിക്കും. നാല്, വിശ്വാസം കാത്തിരിക്കുവാൻ നിർബന്ധിക്കും. ഇനി വിശ്വാസത്തിന്റെ അഞ്ചാമത്തെ തലം മോശ ദൃഷ്ടാന്ത ഫെയ്ത്ത് വാറിംഗ്. വിശ്വാസം യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കും. എന്തിനോടൊക്കെ? ജഡമോഹത്തോട്, കൺമോഹത്തോട്, ജീവനത്തിന്റെ പ്രതാപത്തോട്, അല്ലെ, അതിനോടൊക്കെ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കും. ഇനി വിശ്വാസത്തിന്റെ ആറാമത്തെ തലം ഫെയ്ത്ത് വിന്നിങ്. വിശ്വാസം വിജയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും. ചെങ്കടൽ കടന്നതിന്റെ 40-ാമത്തെ വർഷം, ചെങ്കടലിൽ കടന്നതിന്റെ 40-ാമത്തെ വർഷം, യുദ്ധം ചെയ്യാതൊരു ജയം. എന്നാ കാരണം? അതാ, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നു. മലയാള ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ടേ, ലിവിങ് ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ. മലയാള പുസ്തകം തന്നെ, പക്ഷെ പഴയ ബൈബിളാണ്. ലിവിങ് ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ. വളരെ സിമ്പിളായ മലയാളം അതിനകത്ത് എഴുതിയിരിക്കുന്നു. അവിടെ ഈ 11:30 എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? പറയാം. ദൈവം ആജ്ഞാപിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ യെരിഹോ മതിലിന് ചുറ്റും 7 ദിവസം പ്രദക്ഷിണം ചെയ്ത ശേഷം മതിൽ ഇടിഞ്ഞു വീഴുവാനിടയായത് വിശ്വാസം കൊണ്ട് തന്നെയായിരുന്നു. കണ്ടോ? ലിവിങ് ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക, ദൈവം ആജ്ഞാപിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ യെരിഹോ മതിലിന് ചുറ്റും 7 ദിവസം പ്രദക്ഷിണം ചെയ്ത ശേഷം മതിൽ ഇടിഞ്ഞു വീഴുവാനിടയായത്
വിശ്വാസം കൊണ്ട് തന്നെയായിരുന്നു. അപ്പം എന്നാ മതിലിടിയാൻ കാര്യം? ദൈവം ആജ്ഞാപിച്ചത് ചെയ്തു. എന്തുവാ? ദൈവം ആജ്ഞാപിച്ചത് ചെയ്തു. അപ്പൊ ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ ഒരാള് തയ്യാറായാൽ ഏത് മതിലും തകരും. സ്തോത്രം. ഉപവാസപ്രാർത്ഥനയുടെ രണ്ടാമത്തെ രാത്രി ദൈവസഭയെ എനിക്ക് ഓർപ്പിക്കാനുള്ള ഇതാ, ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിക്കൂ. ദൈവ ശബ്ദത്തോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിക്കൂ. ദൈവത്തിന്റെ ആലോചനയോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായിക്കൂ. ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവി പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന ചില മതിലിന്റെ അടിത്തറകൾ ഈ രാത്രി ഇടിയാൻ പോകയോ? പ്രിയപ്പെട്ടവരെ, എന്തായിരുന്നു അവരോട് മുഴങ്ങിയ ദൈവശബ്ദം? ഒറ്റ കാര്യം അവരോട് മുഴങ്ങിയ ദൈവശബ്ദം. സിമ്പിളാ, സോ സിമ്പിളാ. ഞാനത് അവിടോട്ടാ വരുന്നത്. ദൈവം അവരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ എരിഹോവിന്റെ ചുറ്റും 7 ദിവസം എന്തുമായിട്ട് നിൽക്കണം? മതിൽ പോലെ നിൽക്കണം. അല്ലേ? അതല്ലേ ദൈവം പറഞ്ഞേ? എന്താ വെച്ചാ പറഞ്ഞേ? നിങ്ങളെ ലോജിക്കലി ഒന്ന് ചിന്തിച്ചേ. ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങള് എരിഹോവിന്റെ മുമ്പില് 7 ദിവസം എന്തായിട്ട് നിൽക്കണം? മതിലായിട്ട് നിൽക്കണം. നിങ്ങൾ എരിഹോവിന്റെ മുമ്പിൽ മതിലായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മതില് തകരും. ഞാൻ ഇന്ന് രാത്രി മെൽബണിലുള്ള കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ചിനോട് പറയുക, നിങ്ങൾ ഒരു മതിലാകാമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല മതിലുകളെ ദൈവം തകർക്കും. എനിക്കിന്ന് രാത്രി നിങ്ങളെ ആത്മാവിൽ ആഹ്വാനം ചെയ്യാനുള്ളത്, നിങ്ങൾ ഈ കാലഘട്ടത്തിന് ഒരു മതിലാകണം. ഇച്ചിരി വ്യത്യസ്തമായിട്ടാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ ദൂത് പോകുന്നത്. സ്തോത്രം. ഒരു ട്രഡീഷണൽ പെന്തക്കോസ്റ്റൽ ശൈലിയിലല്ല പോകും. അങ്ങനെ ഒരു നിയോഗം ദൈവം എന്നെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ശ്രദ്ധിക്കണം. സ്തോത്രം. നിങ്ങൾ ഒരു മതിലാകണം. 4 കാര്യത്തോട് മതിലിനെ ബൈബിൾ ഉപമിക്കുന്നുണ്ട്. 100 പ്രാവശ്യത്തിലധികം മതിലിനെ കുറിച്ച് ബൈബിളിൽ കാണാൻ പറ്റും. പ്രധാനപ്പെട്ട 4 കാര്യത്തോടാണ് അത് ഉപമിക്കപ്പെടുന്നത്. ഒന്ന്, അതൊരു കരുതലിനെ കാണിക്കുന്നത്. അവിടേക്കാണ് നമ്മൾ വരുന്നത്. 2, ദ സ്ട്രെങ്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നത്. യെശയ്യാവ് 49:15, 16 വാക്യം കുറിച്ചെടുത്താൽ മതി. 3, ദൈവിക സംരക്ഷണത്തെ കാണിക്കുന്നു. പുറപ്പാട് 14:22, 29 ഒക്കെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. സെഖരിയാവ് 2:5 കാണാൻ പറ്റും. ദൈവം തന്റെ ജനത്തോട് പറയാ, ഞാൻ നിങ്ങളുടെ ചുറ്റും ഒരു തീമതിലായി വെളിപ്പെടും. സ്തോത്രം. അതൊക്കെ ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്നു. അതുപോലെ തന്നെ വെളിപ്പാട് 21:12 മുതൽ വായിക്കുമ്പോൾ ദൈവമക്കളുടെ ഭാവികാല പ്രത്യാശയെ കാണിക്കുന്നത് മതിലാണ്. അപ്പം 4 പ്രധാനപ്പെട്ട കാര്യം. കരുതല്, ദൈവത്തിന്റെ ശക്തി, ദൈവിക സംരക്ഷണം, തീരുന്നില്ല ദൈവമക്കളുടെ ഭാവികാല പ്രത്യാശ. ഇതിനകത്തൊറ്റ കാര്യ എനിക്കിന്ന് രാത്രി മെൽബണിലെ സഭയോട് പറയാനുള്ളത്. അതുകൊണ്ട് ബാക്കി എല്ലാം അതിന്റെ കൂടെ വന്നോളൂ. 1 ശമൂവേൽ 25:15-16 വായിച്ചേ. 1 ശമൂവേൽ 25:15-16. എന്നാൽ ആ പുരുഷന്മാർ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്ക് ഒന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് അവരോട് കൂടെ ആയിരുന്നപ്പോഴൊക്കെയും രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായി.
ആരെ കുറിച്ചായി പറയുന്നത്? സ്തോത്രം. ദാവീദിന്റെ ആളുകളെ കുറിച്ച്. ആരാ പറയുന്നേ? നാബാലിന്റെ ഭൃത്യന്മാർ. എന്താ പറയാൻ കാര്യം? നാബാൽ എന്ന് പറയുന്ന മനുഷ്യന്റെ ബുദ്ധിമോശം, അയാള് കാണിച്ച അബദ്ധം, അതിനോടുള്ള ബന്ധത്തിൽ ആ കാര്യം ക്ലിയർ ചെയ്തപ്പോൾ നാബാലിന്റെ ബുദ്ധിമതിയായ ഭാര്യ അബീഗേലിനോട് ദാവീദിന്റെ ഭൃത്യന്മാരെ കുറിച്ച് നാബാലിന്റെ ആളുകൾ പറയാ, ആ പുരുഷന്മാരെ ഞങ്ങൾക്ക് രാവും പകലും ആരായിരുന്നു? പറ, മതിലായിരുന്നു. അപ്പൊ സഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം സഭ മതിലാണ്. ഞാൻ വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവസഭ കാലഘട്ടത്തിന് മതിലാകണം. ആർക്കൊക്കെ നാം മതിലാകണം എന്ന് ചോദിച്ചാൽ, യൂദയുടെ ലേഖനം 22ഉം 23ഉം വാക്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വായിച്ചേ, യൂദയുടെ ലേഖനം 22, 23 വാക്യങ്ങൾ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ ചെയ്യുവിൻ. 22 വായിച്ചേ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ ചെയ്യുവിൻ. യൂദയുടെ ലേഖനത്തിൽ പുതിയ നിയമസഭ അങ്ങനെ 3 കാര്യം ചെയ്ത അടുത്ത വാക്യമുണ്ട്, വീഴാതെ വേണം നിങ്ങളെ സൂക്ഷിച്ച് മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുന്നത്. അന്നേരം ഏൽപ്പിച്ച സ്ഥലത്ത് മതിലായിട്ടൊക്കെ നിന്നാലുള്ള ഒരു ഗുണം, അങ്ങ് എത്തിക്കേണ്ടിടത്ത് സ്വർഗം എന്ത് ചെയ്തോളൂ? എത്തിച്ചോളൂ. ഞാൻ പറയാൻ പോവാ. ഈ വാക്യത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് യൂദയുടെ ലേഖനത്തിന്റെ പ്രത്യേകത, യൂദയുടെ ലേഖനം മറ്റു ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് വിശ്വാസത്തിന്റെ സപ്തകൽപ്പനകൾ എഴുതപ്പെട്ട ലേഖനമാണ് യൂദയുടെ ലേഖനം. സപ്തം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 7 അല്ലെ? യൂദയുടെ ലേഖനത്തിൽ വിശ്വാസത്തിന്റെ 7 കൽപ്പനകളുണ്ട്. എന്തൊക്കെയാ 7 കൽപ്പന? ഒന്നാമത്തെ കൽപ്പന 3-ാമത്തെ വാക്യം, വിശുദ്ധന്മാർക്കെന്നൊരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടും. അപ്പം 1-ാമത്തെ കൽപ്പന, ഫൈറ്റ് ഹാർഡ് ടു ഡിഫെൻഡ് ദ ഫെയ്ത്ത്. വിശ്വാസത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പോരാടുക. നാം നിൽക്കുന്നത് ഒരു കളിക്കളത്തിലല്ല, നാം നിൽക്കുന്നത് പോർക്കളത്തിൽ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. ഇനി 2-ാമത്തെ കൽപ്പന 17-ാമത്തെ വാക്യം, 17-ാം വാക്യം ഒന്ന് വായിച്ച. 17-ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർക്കുക. അപ്പോസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവനാണ്. കാലാകാലങ്ങളിൽ ദൈവം അയച്ചിരിക്കുന്ന കർത്തൃദാസന്മാർ, അവര് പറയുന്ന വാക്കുകളെ അനുസരിക്കുക. ഇതാണ് സഭയുടെ 2-ാമത്തെ ഉത്തരവാദിത്വം. 1, വിശ്വാസത്തിന് വേണ്ടി പോരാടുക. 2, ദൈവദാസന്മാരുടെ വാക്കുകളെ അനുസരിക്കുക. ഇനി 3-ാമത്തെ കൽപ്പന 20-ാമത്തെ വാക്യം എന്തോ? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. നമുക്ക് ആത്മീയ വർധന ഉണ്ടാകണം, എന്നാ എടുക്കണം? ഈ ഞായറാഴ്ച അടയ്ക്കുന്ന പുസ്തകം അടുത്ത ഞായറാഴ്ച ഇനി തുറക്കാവും. പണ്ട് അമ്മച്ചി കണ്ണാടി തപ്പിയ പോലെ പലരും 3 മാസമായിട്ട് കണ്ണാടി തപ്പുക. മോള് കാനഡയിൽ നിന്ന് കൊടുത്ത കണ്ണാടി. സ്വതന്ത്രം എവിടായിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ബൈബിളിനകത്ത്. സ്വതന്ത്രം എന്നാ സൗകര്യമുള്ള ഒരു കാലമല്ലേ? ഇഷ്ടമുണ്ടേല് മുഖം കാണിച്ചാ മതി, ഇഷ്ടം ഇല്ലാത്തപ്പോ മുഖം കാണിക്കാതിരിക്കാം, അല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തോണം. ഈ ഒരു കാലത്തെയൊക്കെ കണ്ടോണ്ടാ പറഞ്ഞേ,
നിങ്ങൾക്ക് തോന്നിയാലേ ആത്മീയവർദ്ധനം ഉണ്ടാകത്തുള്ളൂ. അതിപ്പോ ആര് വന്ന് പ്രസംഗിച്ചാലും കൊള്ളാം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടായാലേ നിങ്ങൾ ഗുണം പിടിക്കത്തുള്ളൂന്നാ ഈ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്. എനിക്ക് രക്ഷപ്പെടണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഇന്നലത്തെ നിങ്ങളുടെ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 10-23 വയസ്സുള്ള ഒരു പയ്യനാ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 4 വർഷത്തെ പഠിത്തത്തിന് പോയ സമയത്ത് അവന് ലഹരിക്ക് അടിമപ്പെട്ടവന്, ടീച്ചറിന്റെ മോൻ. സ്തോത്രം. ഒത്തിരി കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ പലയിടത്തും കൊണ്ടുപോയിട്ടുണ്ട് പാസ്റ്ററെ, അവിടെ എല്ലാം പോയ പോലല്ല ഞാൻ പാസ്റ്റർ എടുക്കാൻ വന്നു. ഞാൻ ചോദിച്ചാൽ തന്നെ അവിടെ എല്ലാം പോയത് എനിക്ക് രക്ഷപ്പെടണമെന്ന് ഒരു തോന്നലും ഇല്ലാതെ. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് രക്ഷപ്പെടണം. അന്നേരം ഞാൻ പറഞ്ഞു, നീ രക്ഷപ്പെടും. ഈ നമുക്ക് തോന്നാതെ വല്ലവരും ഒക്കെ നിർബന്ധിച്ച് എത്ര നിർബന്ധത്തിന് മരം കയറ്റിയ എത്ര കയറും. പ്രിയപ്പെട്ടവരെ, നമുക്ക് തോന്നണം എനിക്ക് നന്നാകണമെന്നും എനിക്ക് ദൈവകൃപ പ്രാപിക്കണമെന്നും എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്നും അതിനുവേണ്ടി എന്തോ ചെയ്യാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണെന്ന് നമ്മൾ തീരുമാനിച്ചാലേ നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തും. 4-ാമത്തെ കാര്യം 21-ാം വാക്യ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. 5-ാമത്തെ കാര്യം 21-ാം വാക്യം, യേശുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. 6-ാമത്തെ കാര്യം 21-ാം വാക്യം, ദൈവസ്നേഹത്തിൽ നിങ്ങളെ സൂക്ഷിക്കുക. 7-ാമത്തെ കാര്യം, സേവ് വിത്ത് ഫിയർ, ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുക. അപ്പൊ 7 കൽപ്പനയാണ്. 1, ശ്വാസത്തിന് വേണ്ടി പോരാടുക. 2, ദൈവദാസന്മാരുടെ വാക്കനുസരിക്കുക. 3, നമുക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുക. 4, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. 5, യേശുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുക. 6, ദൈവസ്നേഹത്തിൽ നമ്മളെ സൂക്ഷിക്കുക. 7, ചിലർക്ക് കരുണ കാണിക്കുക. അങ്ങനെ വിശ്വാസത്തിന്റെ 7 കൽപ്പനകളിൽ 7-ാമത്തെ കൽപ്പനയാണ് ചിലർക്ക് കരുണ കാണിക്കുക. ആർക്കൊക്കെ? അവിടെ 3 കൂട്ടരെ കുറിച്ചാ പറഞ്ഞേക്കുന്നത്. 1, ഇത് ഡൗട്ടിങ്, സംശയിക്കുന്നവർ. ആർക്കാ? സംശയിക്കുന്നവർ. ലളിതമായ മലയാളത്തിൽ പറഞ്ഞ പിന്മാറ്റക്കാരെന്ന് അതിന്റെ അർത്ഥം. ഒരിക്കൽ ദൈവകൃപ അനുഭവിച്ചേച്ച് ഇന്ന് ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ പുറമോട്ട് പോയി പിന്മാറ്റ അനുഭവങ്ങളിൽ ജീവിക്കുന്ന ചിലരിലേക്ക് വളരെ കൃത്യമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയിലെ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടണം. ആത്മാവനോട് പറയുന്നത് ഞാൻ ഉറക്കെ പറയുന്നു, നിങ്ങൾക്കറിയാവുന്ന പിന്മാറ്റക്കാരിലേക്ക് ഈ പ്രാർത്ഥന ഫോക്കസ് ചെയ്യപ്പെടണം. ഒരുപക്ഷെ വിതിൻ ദ ചർച്ച് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ചർച്ച്, എവിടെയുമാകട്ടെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2021 തീരുമ്പോൾ പിന്മാറ്റക്കാരിലേക്ക് ഈ പ്രാർത്ഥന കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടണം. ജീസസ് ഈ 2 പത്രോസ് 2:14 പറയുന്നുണ്ട് പിന്മാറ്റക്കാരുടെ സ്വഭാവം. അവർ വ്യഭിചാരിണികളെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരമല്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും. സ്തോത്രം. അൺസ്റ്റേബിൾഡ് ആയിട്ടുള്ള സ്വഭാവങ്ങളായിരുന്നു. ചർച്ചിനകത്തൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും, പക്ഷെ പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണ്.
ഉണ്ട്. എത്ര പേരാ വ്യക്തിപരമായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്നേ. അതൊക്കെ ഒരു ദൈവപ്രവൃത്തിയുടെ കാലമായോണ്ടാ. മാന്യതയുടെ മുഖം മൂടികളൊക്കെ അണിയുമ്പോൾ തന്നെ പാപം കണ്ട് സന്തോഷിക്കുന്ന കണ്ണുള്ളവർ, സ്തോത്രം, അത് കുടുംബജീവിതത്തിൽ പോലും അതിന്റെ വല്ലായ്മകൾ വല്ലാതെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ. ജീസസ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളെ അവരെയൊക്കെ ഒന്ന് ഓർക്കാം. പ്രത്യേകിച്ചും ഈ ടെക്നോളജിയുടെ ഒക്കെ ഒരു അതിപ്രസരം. 24 മണിക്കൂറിൽ ഒരിക്കൽ മാത്രം വാർത്ത കിട്ടിക്കൊണ്ടിരുന്ന ലോകത്ത് നിന്ന് 24 മണിക്കൂറും വിരൽ തുമ്പിൽ വാർത്ത കിട്ടുന്ന ലോകത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടപ്പോൾ ടെക്നോളജി അവനെ വല്ലാതെ വശത്താക്കുന്നു. ഒരിക്കൽ ആത്മനിറവിൽ ദൈവത്തിന്റെ സൗന്ദര്യം കണ്ട് ദൈവമഹത്വത്തിൽ മതിമറന്ന് സന്തോഷിച്ച നമ്മുടെ പല പ്രിയപ്പെട്ടവരും പലതിനും അടിമകളാകുന്ന ഒരു കാലം. സഭയോട് ഞാൻ ആത്മാവി പറയുന്നു, ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ദിവസങ്ങളായത്. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ പൊതുസഭയോട് എനിക്ക് ഇതിൽ കൂടുതൽ അപ്പുറം പറയാൻ പറ്റത്തില്ല, പരിധിയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിനോട് കൃത്യമായിട്ട് ഉപവാസ പ്രാർത്ഥനയിൽ ഇടപെടുന്നു. എല്ലാവരുടെയും മുമ്പിൽ മാന്യതയുടെ മുഖം മൂടികൾ ഉണ്ടെങ്കിലും പാപത്തിന്റെ മുമ്പിൽ തൃപ്തിപ്പെടാത്ത കണ്ണുമായി ചുടാനകക്ഷസി ദൈവം ആഗ്രഹിക്കുന്ന ഹിതത്തിൽ നിന്ന് വല്ലാതെ മാറിപ്പോയ ചിലരെ ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന പരിവർത്തിക്കാൻ സഭയാൽ മാറി പ്രാർത്ഥിക്കണം. അൺസ്റ്റേബിൾഡ് ആയിട്ടുള്ളവർ, പിന്മാറ്റ അനുഭവത്തിൽ ജീവിക്കുന്നവർ, ഈ ദിവസങ്ങളിൽ പിന്മാറ്റക്കാരുടെ യഥാസ്ഥാനത്തിനു വേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തോത്രം. അപ്പൊ ഒന്ന് പിന്മാറ്റക്കാർക്ക്. രണ്ടാമത് കരുണ വെളിപ്പെടേണ്ട രണ്ടാമത്തെ മേഖല 23-ാം വാക്യം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കും. ഒന്ന് ഡൗട്ടിങ് ആണെങ്കിൽ, രണ്ടാമത്തേത് ബേണിംഗ് പൊസിഷൻ, തീക്കരയായത്. കാലഘട്ടം വികൃതരാക്കി എത്ര പേരാ. തീക്കരയായ എന്നാ സംഭവിക്കും? വികൃതരാവും. വ്യക്തിത്വത്തെ പിശാചു വികൃതമാക്കുന്ന ഒരു കാലം, പ്രത്യേകിച്ചും തലമുറകൾ. കൗൺസിലിംഗ് ടേമിലൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ ആത്മീക ഭാഷ ഞാൻ പറയും വ്യക്തിത്വത്തെ പിശാച് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. stubborn nature, depressed mood. ഈ ലോക്ക്ഡൌണിലെ എനിക്കറിയാവുന്ന ഒരു 6 കുഞ്ഞുങ്ങളെങ്കിലും കുറഞ്ഞത് പന്തളത്തെ ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സെന്ററിലായി. അതിനകത്ത് ഒരുത്തൻ 10th 94% മേടിച്ചോളൂ, 11th മിടുക്കല. പക്ഷെ 12th ഒക്കെ ആയപ്പം വഴുതിപ്പ്, വല്ലാതെ വഴുതിപ്പ്. 18 മണിക്കൂർ പബ്ജിയുടെ മുമ്പിൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 24 മണിക്കൂറിനകത്ത് 18 മണിക്കൂർ. പല്ല് തേക്കത്തില്ല, കുളിക്കത്തില്ല, ബാത്റൂമിൽ പോകത്തില്ല, ആഹാരം കഴിക്കത്തില്ല. അയ്യോ, മെലിഞ്ഞു കണ്ട സങ്കടത്തിൽ. 65 ലക്ഷം രൂപ കൊടുത്ത് ദാവങ്കേരി മെഡിക്കൽ കോളേജിൽ 65 ലക്ഷം രൂപ അപ്പൻ 2-3 വർഷത്തിനകത്ത് സ്പെൻഡ് ചെയ്ത് വേറെ ലോകത്ത്.
കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഭാഷകൻ, അനിയന്റെ മോള്. ഞാൻ പ്രാർത്ഥിക്കാൻ പോയ ആ കൊച്ചിനെ കണ്ട എന്നെ സൗന്ദര്യം എന്നറിയാം. എന്നെ കുലീനത്തുള്ള ഒരു കുടുംബത്തിലെ പെന്തിക്കോസിന്റെ 5ാം തലമുറ, MSc ഫസ്റ്റ് റാങ്ക്. ഈ കോവിഡിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിള്ളാരെ വികൃതരാക്കുന്നു. പിള്ളാരെ മാത്രമാണോ? പ്രായമുള്ളവരെ. എത്ര പാസ്റ്റേഴ്സിന്റെ കുടുംബങ്ങൾ ഡിപ്രസ്ഡ് ആയെന്നറിയാം ഈ കാലത്ത്. നമ്മൾ ഇതൊക്കെ നമ്മൾ 2 കാര്യം ചെയ്യും. ഒന്നെങ്കിൽ ശലോമോന്റെ കാലത്തെ അമ്മമാരുടെ കൂട്ട് സുഖങ്ങളിൽ മയങ്ങിക്കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങി 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 ഇല്ലാത്ത നിയമവും ചട്ടവും പറഞ്ഞു. ഈ തള്ള ആ കൊച്ചിന്റെ മേളിൽ കയറി കിടന്നതിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഒന്നാമത്തെ അമ്മയെ കുറിച്ച് വായിച്ചപ്പോ ഞാൻ ഓർത്തു, രണ്ടാമത്തെ അമ്മ ഇതിനെക്കാട്ടി ഭേദമാണല്ലോ. അയ്യോ, രണ്ടാമത്തവരെ കുറിച്ച് വായിച്ചപ്പോ ഒന്നാമത്തേനെക്കാട്ടി കഷ്ടമായിട്ടാണ് എനിക്ക് തോന്നി. കാര്യം എന്താണെന്നറിയാം? പള്ളക്കീഴെ കിടന്ന കൊച്ചിനെ എടുത്തോണ്ട് പോയത് ഈ തള്ള അറിഞ്ഞില്ല. അറിയാതെ പോകരുത്. തീക്കരയാകുന്നു കാലഘട്ടം, തീക്കരയാക്കുന്നു. ഇത് ഭയങ്കരമായിട്ട് കത്തുന്ന ഒരു കാലമാ, കത്തുന്ന കാലം, കലികാലം. പക്ഷേ പേരന്റിങ്ങിനെ കുറിച്ചൊക്കെ ഇച്ചിരി കൂടെ ആഴത്തിൽ ഞാൻ ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് പ്രസംഗിക്കുന്നേ നിങ്ങളുടെ 2-3 ദിവസം ഉള്ളതുകൊണ്ടാ. അല്ലെ മസിൽ പിടിച്ച് പ്രസംഗിച്ചു പോകേണ്ടി വരും. ഏതാ ബ്രൈസലോട് എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ബാസൊക്കെ ഇട്ട് സൗണ്ടിൽ ആ ഒരു ടിപ്പിക്കൽ പാസ്റ്റേഴ്സ് ശൈലി ഉണ്ടല്ലോ. അങ്ങനെ പറയാതെ സിമ്പിളായിട്ട് പറയുന്ന ഡേ ടു ഡേ ലൈഫിലെ കാര്യം പറയുന്നത് എന്തിനാണെന്നറിയാം? 3 ദിവസത്തോളം ഉണ്ടാ. പേരന്റിങ്ങിനെ കുറിച്ച് ഞാൻ ഈയിടെ അബുദാബിയില് IPC-കാരുടെ അബുദാബി ദുബായിലൊക്കെ ഉള്ള സൺഡേ സ്കൂൾ അസോസിയേഷന്റെ ഒരു മീറ്റിംഗിൽ ഗൗരവത്തോടൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചൊരു വാക്യം. ഒന്നിശമല്ല പുസ്തകം പെട്ടെന്ന് എടുക്കാവോ? ഒന്നിശമല്ല, നമ്മൾ അങ്ങോട്ട് പോയാൽ ഇനി ഇവിടെ നിൽക്കത്തേം പറ്റത്തില്ല. എങ്കിലും വായിച്ചു. ഒന്നിശമേല് 1:19, 20, 21 ഒക്കെ. ഒന്നിശമേൽ 1:19. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ അവൻ. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമായിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ 1:18 വായിച്ചു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. എന്താ ഇവിടെ വായിക്കുന്നത് മനസ്സിലായി? ദൈവം അവളോട് പറഞ്ഞു, നിനക്ക് അടുത്ത ആണ്ടിൽ ഒരു കൊച്ചുണ്ടാവുമെന്ന്. അപ്പൊ അവള് മുഖം പിന്നെ വാടിയൊന്നുമില്ല. 20-ാം വാക്യം വായിച്ച. 20-ാം വാക്യം. ഒരു ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പിന്നെ ഏൽക്കാന എന്ന പുരുഷനും അവന്റെ കുടുംബമൊക്കെയും യഹോവയ്ക്ക് വർഷാന്തരയാകവും നേർച്ചയും കഴിപ്പാൻ പോയി. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്. നോക്കിയേ, ഹന്ന കൂടെ പോയില്ല. അയ്യോ, ഞാൻ അവിടെ വരെ വായിച്ചു നിർത്തിയപ്പോ എനിക്ക് തോന്നിയത് ഇവരെ പോലൊരു നന്ദി കെട്ട സ്ത്രീ വേറെ. കാര്യം കൊച്ചുണ്ടാകുന്നതിന് മുമ്പ് ഉപവാസവും പ്രാർത്ഥനയും കരച്ചിലും പ്രവാചകന്മാരും വിളിയും പറച്ചിലും എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ യോത്തിനും പോത്തില്ല കൂട്ടത്തിനും. അങ്ങനെ എനിക്ക് തോന്നി. പക്ഷെ അടുത്ത വാക്യം വായിച്ചപ്പോ പോകാഞ്ഞതിന്റെ കാര്യം എന്നാന്ന് അവിടെ കൃത്യ 22-ാം വാക്യം വായിച്ചേ. എന്നാൽ ഹന്ന കൂടെ പോയില്ല. അവൾ ഭർത്താവിനോട്, ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അവിടെ എന്നും പാർക്കേണ്ടതിന് ഞാൻ അവനെയും കൊണ്ടുപോരാമെന്ന് പറഞ്ഞു. കണ്ടോ എന്നാ പോവാഞ്ഞേ? അവൾ ഭർത്താവിനോട് ശിശുവിന്റെ മുലകുടി മാറട്ടെ, പിന്നെ അവൻ ആലയത്തിൽ എന്നും പാർക്കേണ്ടത്. കണ്ടോ, കൊച്ചു ജനിച്ചപ്പോ തന്നെ അമ്മയ്ക്ക് അതിനെക്കുറിച്ചൊരു വിഷൻ.
എന്താ? നമുക്കുണ്ട്. കൊച്ചു ജനിക്കുമ്പോഴല്ല, വയറ്റിലായിരിക്കുമ്പോഴേ ഉണ്ട്. സ്തോത്രം. ഏത് സ്കൂളിൽ പഠിപ്പിക്കണം? അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു, വയറ്റിൽ കിടക്കുമ്പോഴേ. ആ കാര്യമല്ല ഇവിടെ പറഞ്ഞ്. കുഞ്ഞുണ്ടായപ്പോ അമ്മയ്ക്കൊരു സ്വപ്നം, എന്റെ കുഞ്ഞ് ആലയത്തിൽ എന്നും പറക്കുന്ന കുഞ്ഞായിരിക്കണം. എന്താ പറ പ്രിയപ്പെട്ടവരെ? എന്റെ കുഞ്ഞ് പറ. എല്ലാ അമ്മമാരും പറ, എല്ലാ അപ്പന്മാരും പറ, എല്ലാ പ്രിയപ്പെട്ടവരും പറ, എന്റെ കുഞ്ഞ് ആലയത്തിൽ എന്നും പാർക്കുന്ന കുഞ്ഞായിരിക്കണം. അതിന് ആവശ്യമില്ലാത്ത ചില യാത്രകൾ അവൾ ഒഴിവാക്കും. കാര്യം അവക്കറിയാം, എപ്പോഴേലും പേരന്റിങ്ങിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? കൊടുക്കണം. വളർത്തേണ്ട സമയത്ത് എന്ത് ചെയ്യണം? വളർത്തണം. നാടൻ ഭാഷ പറയത്തില്ല, കതിരെ കൊണ്ട വളം വെക്കൽ. അത് തന്നെയാ. വളർത്തേണ്ട സമയത്ത് വളർത്താതെ സ്തോത്രം. ആ അമ്മയുടെ ആ ഒരു ഗൗരവം കണ്ടോ? കിട്ടാതിരുന്ന് കിട്ടിയതായോണ്ടാ ഇത്രയും അതിനെ ദൈവഗത പ്രകാരം വളർത്തണമെന്നൊരാഗ്രഹം. സ്തോത്രം. ഇച്ചിരി ഡോളറൊക്കെ കുറയുമെന്നേ ഉള്ളൂ. ഓവർ ടൈം ഒക്കെ അങ്ങ് ഒഴിവാക്കുക. സ്തോത്രം. ഇഷ്ടപ്പെടത്തില്ലേലും സത്യ വളർത്തേണ്ട സമയത്ത് അതിനെ വളർത്തുക. ഓടി നടന്ന് വെപ്രാളപ്പെട്ട് ഉണ്ടാക്കി നാട് മുഴുവൻ സമ്പാദിച്ചിട്ട് വെച്ച് ലാസ്റ്റ് പിള്ളേര് കയ്യിലില്ലാതെ പോയിട്ട് കാര്യമല്ലോ. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ അതിനെ കൊണ്ട് ആലയത്തിലാക്കി വെച്ച് ആണ്ടിലൊരിക്കൽ കാണാൻ ചെല്ലും. 1 ശമൂവേൽ 2:19 വായിച്ചേ. 1 ശമൂവേൽ 2:19 ആലയത്തിൽ കൊണ്ടാക്കിയിരിക്കുക. ഹോസ്റ്റലിലാക്കുന്ന പോലെ ആലയത്തിൽ കൊണ്ടാക്കിയിരിക്കുക. എന്നിട്ട് കാണാൻ ചെല്ലുമ്പോ എന്താ ചെയ്യുന്ന? വായിച്ചേ. 2:19. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവൻ കൊണ്ടുവന്നു കൊടുക്കും. ആണ്ടിലൊരിക്കല് ഹോസ്റ്റലിൽ ഇപ്പൊ ആക്കിക്കുന്ന പോലെ ചർച്ചിൽ കൊണ്ടാക്കിയിരിക്കുക. ആണ്ടിലൊരിക്കൽ കാണാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോകും? ഒരാങ്കി. എൻ്റെ പപ്പ ഈ ജോസാനൊക്കെ അറിയാം, ഭയങ്കര തടി ബിസിനസ്സുകാരായിരുന്നു. പണ്ട് ലോറിയും ആഴ്ച 3-4 ലോഡ് തടി തിരുവനന്തപുരത്ത് കയറ്റുക. അങ്ങനെ വരുന്ന ഒരു സമയത്ത് അത്യാവശ്യത്തിന് ഒരു ഫംഗ്ഷന് വേണ്ടി അമ്മ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് വന്ന വഴിക്ക് അവനൊരു ഷർട്ട് ഇന്ന കളർ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പനൊരെണ്ണം മേടിച്ചോണ്ട് വന്നു. അയ്യോ, എന്നെ പോലെ ഒരാൾ കൂടി ഇടാവുന്ന ഒരു ഷർട്ട്. ആദ്യം അവസാനമായിട്ട് മേടിച്ചതാണ്. ഇതാ ആണ്ടിലൊരിക്കലാ കാണാൻ പോയപ്പം അങ്കി കൊണ്ടൊക്കൊണ്ടു. അങ്കി റെഡിമെയ്ഡ് അല്ല, തയ്പ്പിച്ച. പക്ഷെ കൊച്ചിന് പാകവാ. എന്നാ കാര്യം? അതാ ഈ അമ്മയ്ക്ക് കുഞ്ഞിന്റെ വളർച്ച അറിയാം. അതാ പ്രാർത്ഥനയുടെ കണ്ണുകൊണ്ട് കാണുന്ന ഏതപ്പന്റെ അമ്മയുടെ ഒരു പ്രത്യേകതയായത്. ഏതിലൂടെ പോയാലും, ഏത് രാജ്യത്ത് ജീവിച്ചാലും, ഏത് ഫോൺ കോൾ കേൾക്കുമ്പോഴും അവർക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ച അറിയാം. തീക്കരയാകാൻ സമ്മതിക്കരുതേ. തീക്ക് കൊടുക്കരുത്. കാലഘട്ടം വല്ലാതെ കത്തുന്നു. പക്ഷെ പറ, തീക്ക് കൊടുക്കാൻ എനിക്ക് മക്കളില്ലെന്ന് പറ. സ്തോത്രം. എനിക്ക് ദൈവം തന്നതിനെ ദൈവാലയത്തിൽ കൊടുക്കാനുള്ളതാ. എനിക്ക് ദൈവം തന്നതിനെ ദൈവത്തിന്റെ ഹിതത്തിന് കൊടുക്കാനുള്ളതാ. അത് ദുഷ്ടപിശാചിന് അതിന്റെ മേൽ അവകാശമില്ലെന്ന് ഇന്ന് രാത്രി മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും തീരുമാനിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന യൂദയുടെ ലേഖനത്തിലേക്ക് വരിക. പിന്മാറ്റക്കാരോട് കരുണ കാണിക്കണം, തീക്കരയായവരോട് കരുണ കാണിക്കണം. ഇനി 23-ാമത്തെ വാക്യം. ജഡത്താൽ കറപിടിച്ച് അങ്കി പോലും പകച്ചും കൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിക്കണം. Those who are in the dangerous position,
അപകടാവസ്ഥയിൽ പോകുന്നവരോട് കരുണ കാണിക്കും. അപ്പം 3 കൂട്ടരോടാ കരുണ കാണിക്കുന്നത്. ആരോടൊക്കെയാ? ഒന്ന്, അൺസ്റ്റേബിൾ ആയിട്ടുള്ളവരോട്, സംശയിക്കുന്നവരോട്. 2, തീക്കരയായവരോട്. 3, അപകടാവസ്ഥയിൽ പോകുന്നവരോട്. ഒരു കുടുംബമൊക്കെ അപകടത്തിൽ പോകാൻ ഒത്തിരി നേരമൊന്നും വേണ്ട. എത്രയോ കുടുംബങ്ങൾ അപകടാവസ്ഥയിലൂടെ പോകുന്ന ഒരു കാലമായി. അപകടാവസ്ഥയിൽ പോകുന്നവരോട് കരുണ. പ്രിയപ്പെട്ടവരെ, 3 കൂട്ടരോട്. ഇത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കണം കേട്ടോ. എപ്പോഴോ വായിച്ചൊരു പുസ്തകം ഉണ്ടച്ചാ, പോപ്പിന് ഭയങ്കര ഹൃദയാസ്വസ്ഥത. വാർത്ത കാട്ടുതീ പോലെ നാട് മുഴുവൻ അങ്ങ് പരന്നു. പോപ്പ് താമസിക്കുന്ന കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിന്റെ കീഴെ എല്ലാവരും ഇങ്ങനെ കൂടി വന്ന് നിൽക്കുക. അവരെല്ലാരും പറയുന്നു, പോപ്പിന്റെ ഹൃദയത്തിന് പകരം ഞങ്ങളുടെ ഹൃദയം എടുത്തു വെക്കാം. പെട്ടെന്ന് ഈ ജനത്തിന്റെ സ്നേഹം കണ്ട കർദിനാള് പറഞ്ഞു, വേണ്ട വേണ്ട, എല്ലാവരുടെയും ഹൃദയം വേണ്ട, ഒരാളുടെ ഹൃദയം മതി. അപ്പോഴും ജനം ആർക്കുക, എന്റെ ഹൃദയം എടുത്തോ, എന്റെ ഹൃദയം, എന്റെ പോപ്പിന് വേണ്ടി എന്റെ ഹൃദയം. പെട്ടെന്ന് കർദിനാള് സോളമനെ പോലെ ബുദ്ധി പ്രയോഗിച്ചു. മേളിലത്തെ സ്റ്റെയർകേസ് ഒരു കോഴിത്തൂവലെടുത്ത് താഴോട്ട് പറപ്പിച്ചേച്ച് പറഞ്ഞു, ആരുടെ മുകളിലാണോ കോഴിത്തൂവൽ പതിക്കുന്നത് അവരുടെ ഹൃദയമാണ് പോപ്പിന് വേണ്ടി എടുക്കാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ കോഴിത്തൂവൽ ഇതുവരെ മെൽബണിൽ വീണിട്ടില്ല. വീഴുന്നതിന് മുമ്പ് എല്ലാവരും വാ കൊണ്ട് അത് ഊതി പറപ്പിക്കുക. സ്വതന്ത്രം പറപ്പിക്കുന്നതിന്റെ ഇടയിലും ആൾക്കാർ ഉറക്കെ പറയുന്നുണ്ട്, എന്റെ ഹൃദയം എടുത്തോ, എന്റെ ഹൃദയം എടുത്തോ, എന്റെ ഹൃദയം എടുത്തോ. ഇതല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആത്മീയത. ഈ ഉപവാസ പ്രാർത്ഥന ചില അന്യായ ബന്ധനങ്ങളെ അഴിക്കണം. ഈ ഉപവാസ പ്രാർത്ഥന ചില ചില നുഖത്തിന്റെ ആമിക്കയറുകളെ അഴിക്കണം. എന്നെ ശക്തമായി ദൈവാത്മാവ് പ്രേരിപ്പിക്കുക. പിശാച് കള്ളക്കുരുക്കിട്ട് ചുടാര വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചിരിക്കുന്ന ചിലതിനെ ഈ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ സ്വതന്ത്രരാക്കാൻ പോവാ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് 12ന്റെ പടിവാതിക്കലും 18ന്റെ പടിവാതിക്കലും ഒക്കെ തട്ടി വീഴപ്പെട്ട ചില കുഞ്ഞുങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രാർത്ഥനയുടെ അകത്ത് ഉയർന്നു വരുന്നത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ അല്പസമയം ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ എന്റെ ഉപവാസ പ്രാർത്ഥനയുടെ 21ാമത്തെ പകൽ ഞാൻ കേൾക്കുന്ന ഒരു ദൈവ ശബ്ദമുണ്ട്. തുറന്നു വരിക, തലീത കൂമി ബാലെ എഴുന്നേൽക്ക ശബാര. ഈ പകൽ എവിടൊക്കെയോ ഏതൊക്കെയോ തൊഴുത്തിൽ പിശാച് കൊണ്ട് കള്ളക്കയറ് കൊണ്ട് കെട്ടിവെച്ച ചിലതിനെ ആത്മാവിൽ എഴുന്നേൽപ്പിക്കാൻ ദൈവം തന്റെ ജനത്തെ ശക്തീകരിക്കുന്ന നിമിഷങ്ങൾ. ആത്മശക്തി ഏറ്റെടുത്തോ. ജീസസ്, ഞാൻ ഈ പകൽ ആത്മാവിൽ പറയും, ഈ രാത്രി ആത്മാവിൽ പറയും. കമ്പാഷൻ എന്ന വാക്കിന്റെ അർത്ഥം യുവർ പെയിൻ ഇൻ മൈ ഹാർട്ട്. നിങ്ങളുടെ വേദന എന്റെ ഹൃദയത്തിൽ കടക്കുന്നതിന്റെ പേരാണ് കരുണ. നാം കരുണയുള്ളവരാണെങ്കിൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും. ഇനി ഞാൻ വിവരിക്കുന്നില്ല, പക്ഷേ ഒരു പോർഷൻ നിങ്ങൾക്ക് വായിക്കാൻ തരാം. ലൂക്കോസ് 7. നമ്മുടെ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്ന 4 തലങ്ങൾ എവിടൊക്കെയാണെന്നറിയോ? ഒന്ന്, ഹിസ് റെസ്പോൺസ് ടു ഫെയ്ത്ത്, വിശ്വസിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കരുണ. അതാ ശതാധിപനിൽ കണ്ടത്. 2ാമത്തെ പാരഗ്രാഫ്, ലൂക്കോസ് 7ന്റെ 2nd പാരഗ്രാഫ്, ഹിസ് റെസ്പോൺസ് ടു ഡിസ്പെയർ, നിരാശപ്പെട്ടിരിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കരുണ.
മൂന്നാമത്തേത് ഹിസ് റെസ്പോൺസ് ടു ഡൗട്ട്, സംശയിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കരുണ. നാലാമത്തേത് ഹിസ് റെസ്പോൺസ് ടു ലവ്, സ്നേഹിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ കരുണ. അപ്പം ക്രിസ്തീയ ജീവിതത്തിൽ 4 തലങ്ങളിൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടും. 1 പറ വിശ്വസിക്കുന്നവരോ, 2 നിരാശരോട്, 3 സംശയിക്കുന്നവരോട്, 4 എല്ലാറ്റിലുപരി പറഞ്ഞ് സ്നേഹിക്കുന്നവരോട്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ചോണേ. ഈ ഞാൻ ആദ്യം പറയുന്നത് ഫെയ്ത്തിനോട് ദൈവത്തിന് എപ്പോഴും ഒരു കൺസേൺ ഉണ്ട്. ശതാധിപന്റെ കാര്യത്തിൽ അതാ സംഭവിച്ചു അല്ലേ? ഗ്രേറ്റ് ഫെയ്ത്ത് എന്നാ പറഞ്ഞത്. ദൈവ ആളിന്റെ ഐഡന്റിറ്റി ഒന്നുമല്ല നോക്കുന്നത്, ദൈവ ആളിന്റെ റെസ്പോൺസ് ആണ് നോക്കുന്നത്. കനാന്യ സ്ത്രീയോടൊക്കെ പറഞ്ഞ് ഇത് ഭയങ്കര വിശ്വാസമാണെന്നാണ്. അപ്പൊ ഒന്നാമത്തേത് ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്നത് ഹിസ് റെസ്പോൺസ് ടു ഫെയ്ത്ത്. ഞാൻ അവിടെ പോകുന്നില്ല, ഡൗട്ടും ലവ് ഒന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഹിസ് റെസ്പോൺസ് ടു ഡിസ്പയർ. നിരാശപ്പെട്ടിരിക്കുന്നവനോട് ദൈവം കരുണ കാണിക്കും. എന്താ തെളിവ്? യേശു കഫർന്നഹൂമിന്ന് പോരുക. എങ്ങോട്ടാ? നൈനിലോട്ട്. 25 മൈലാ കഫർന്നഹൂമിന്ന് നൈനിലോട്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാച്ചാ അവിടെ നിന്ന് പോന്നെ. എൻ്റെ അച്ഛാ വരുന്ന വഴിക്ക് വലിയ ആൾക്കൂട്ടം. എന്താന്നറിയാനായിട്ട് ചുമ്മാ ഒന്ന് എത്തിക്കുത്തി നോക്കിയതാ. അപ്പ കണ്ടു ഒരു കൊച്ചിനെ അടക്കാൻ കൊണ്ടുപോവാ. എടുത്തെഴുതിയിട്ടുണ്ട് അമ്മക്കേക മോന. അവരാണ് വിധവയാ. അപ്പം വിധവയാകുന്നത് ഭർത്താവ് മരിക്കുമ്പോൾ. ഇപ്പം മോനൂടെ മരിച്ചു. അപ്പൊ ന്യായമായിട്ട് ഒരു അനാഥയായി. ഈ പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് യേശു ചെല്ലുന്നു. ആരും പറയാ. നാട്ടുകാരൊക്കെ ഇത് ഇടപെട്ടതാ. യഹൂദന്റെ രീതി അനുസരിച്ച് അവരുടെ ഇടയിൽ ഒരാൾ മരിച്ചാൽ അടുത്ത സൂര്യാസ്തമയത്തിന് മുമ്പ് അവരതിനെ അടക്കും. അങ്ങനെയാണെ കഴിഞ്ഞ രാത്രിയിൽ നാട്ടുകാരിടപെട്ടിട്ട് പരിഹാരമില്ലാത്ത ഒരു വിഷയം. അവർക്ക് മനസ്സിലായി ഇരിക്കും തോറും ഇത് നാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തെ കുഴിച്ചു മൂടാൻ കൊണ്ടുപോവാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവജനത്തോട്, ഈ രാത്രി പറയും, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തെ കുഴിച്ചു മൂടാൻ ഒരാളെയും ദൈവം സമ്മതിക്കത്തില്ല. ഒരാളെയും ദൈവം സമ്മതിക്കത്തില്ല. ഇന്നെനിക്ക് സംസാരിക്കാൻ ഭയങ്കര നിയോഗമുള്ളത് തലമുറയോടാണ്. പ്രവാചകന്റെ ഏറ്റവും വലിയ നന്മ അവന്റെ തലമുറയാണ്. അതിനെ അടിമയാക്കാൻ കടക്കാര് പല വിധത്തിൽ പദ്ധതി ഒരുക്കുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറയുന്നു, നിന്റെ കുഞ്ഞിന്റെ വിഷയത്തെ കുഴിച്ചു മൂടാൻ ഒരു ശത്രുവിനെയും ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു. ഷുഡാരാബാര. എന്തോ വേറൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന അഭിഷേകം ഒന്ന് ചലിക്കട്ടെ. ആ അവസ്ഥകൾ മാറാൻ പോവാ. ചലിക്കുന്ന സഹോദരി കൂടുതൽ ഒന്നും ചലിപ്പിക്കണ്ട. നിന്റെ കയ്യിലുള്ളത് ചലിക്കട്ടെ. ചലിക്കുന്നവന്റെ ബന്ധനം അഴിയാൻ പോവാ. ചലിക്കുന്നവന്റെ കെട്ടു പൊട്ടാൻ പോവാ. ചലിക്കുന്നവന്റെ രോഗം മാറാൻ പോവാ. ചലിക്കുന്നവരെ പരിശുദ്ധാത്മാവ് സ്വതന്ത്രമാക്കാൻ പോവാ. ദൈവജനം ചലിച്ചു തുടങ്ങട്ടെ. ആത്മാവി ചലിച്ചു തുടങ്ങട്ടെ. ചലിക്കുന്നവരുടെ വിഷയത്തിൽ വാസപ്രാർത്ഥനയുടെ 2ാം രാത്രിയിൽ കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ചിനോട് ദൈവം പറയുന്നു,
കുഞ്ഞുങ്ങളുടെ വിഷയത്തെ മണ്ണിട്ട് മൂടാൻ ദൈവം സമ്മതിക്കത്തില്ല. 12ന്റെ പടിവാതുക്കൽ, 18ന്റെ പടിവാതുക്കൽ അമ്മയുടെ ഏക മക്കൾ, അപ്പന്റെ സ്വപ്നം ഇല്ല, മൂടപ്പെടത്തില്ല. അതിന് ദൈവം സമ്മതിക്കത്തില്ല. മൂടാനായിട്ട് ഒരുക്കപ്പെട്ട പദ്ധതികളെ ഞങ്ങൾ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. ദൂത് വെളിപ്പെട്ട് കഴിഞ്ഞു. അസാധാരണമായ ദൈവപ്രവർത്തികൾ കുടുംബങ്ങളുടെ അകത്ത് സംഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിന്റെ കുഞ്ഞ് മൂടപ്പെടത്തില്ല. അതൊരു സ്വപ്നമാകത്തില്ല. അതൊരു സ്വപ്നമായി അവശേഷിക്കത്തില്ല. അത് റിയലാകും. അത് റിയലായിട്ട് വെളിപ്പെടും. അത് യാഥാർത്ഥ്യമാകും. അതേ സഹോദരി, ആ ഉറവ ദൈവം തുറക്കും. അടഞ്ഞ ഗർഭപാത്രത്തെ ദൈവം തുറക്കും. സ്വോത്രം. ചന്ദ്രരോഗം പിടിച്ച് ഒച്ചു വളയുന്നത് പോലെ വളഞ്ഞ്, അട്ട ചുരുളുന്നത് പോലെ ചുരുണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്ന കൊച്ച്, ശിഷ്യന്മാരിടപെട്ടിട്ട് ആ വിഷയത്തിൽ ഒരു പരിഹാരമില്ല. അതിനെ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. അവിടുന്ന് അതിനകത്ത് ഇടപെട്ടു. ഷാബാര. യേശു ഇടപെട്ടിട്ട് പോലും മരിച്ചുവെന്ന് തോന്നുമാറ് അത് കിടന്ന് കറങ്ങുക. ഈ കഴിഞ്ഞ കുറെ നാളായിട്ട് സഭ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഇനി ഒരു ജീവൻ ഉണ്ടാകത്തില്ലെന്ന് തോന്നുമാറ് കറങ്ങുന്ന ചില വിഷയങ്ങൾ. ഇന്ന് കർത്താവ് അതിനെ കൈപിടിച്ചുയർത്തി അപ്പനെ ഏൽപ്പിച്ചു. തിരിച്ചു തരും. ഞാൻ ആത്മാവി പറയുന്നു, തിരിച്ചു തരും. നിന്റെ സ്വപ്നത്തെ ദൈവം തിരിച്ചു തരും. നിന്റെ വാഗ്ദത്തത്തെ ദൈവം തിരിച്ചു തരും. നിന്റെ തലമുറയെ ദൈവം തിരിച്ചു തരും. നിന്റെ നന്മയെ ദൈവം തിരിച്ചു തരും. നിന്റെ കുഞ്ഞിനെ ദൈവം തിരിച്ചു തരും. ഞാൻ ഓർക്കുക, അതുകൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുക. ആ പ്രവാചകന്റെ ഭാര്യ യേശുവിന്റെ അടുക്ക് പ്രവാചകന്റെ ഭാര്യ എലിച്ചയുടെ അടുക്ക് വന്നു. പാസ്റ്റർ, എന്നെ മനസ്സിലായോ പാസ്റ്റർ? അയ്യോ, ആരാ മനസ്സിലായില്ലല്ലോ. എന്റെ പാസ്റ്റർ, എന്നെ മനസ്സിലായില്ലേ? ഇന്ന ഇടങ്ങളിലൊക്കെ ഇരുന്ന്, ഇന്ന സഭയിരുന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇന്ന സമയത്ത് കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെട്ട ഇന്ന പാസ്റ്റർ ഭാര്യ ഞാൻ. അയ്യോ, ആളാകപ്പാടെ മാറിപ്പോയല്ലോ. എന്തോ പറ്റി? എന്തുകൊണ്ട് വിശേഷം? എന്റെയോ മക്കളൊക്കെ മക്കളെന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേന് ഈ പുള്ളിക്കാരത്തിൽ നിന്ന് കരയുക. സിസ്റ്ററെ, എന്തിനാ സിസ്റ്ററെ വെറുതെ കരയുന്നേ? കാര്യം പറ. എൻ്റെ മക്കളെന്തിയെ? കരയാതെ കാര്യം പറ. എൻ്റെ പാസ്റ്ററെ, എല്ലാം സഹിക്കാം പാസ്റ്ററെ. എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ പാസ്റ്ററെ. ആരോടെങ്കിലും പറയാൻ പറ്റുമോ പാസ്റ്ററെ? എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ പാസ്റ്ററെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത. ഞങ്ങൾ ഇത്രയും ദൈവത്തെ സേവിച്ചിട്ട് ഈ പിള്ളേർ ഇങ്ങനെ ആകുന്നു. സിസ്റ്ററെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സിസ്റ്റർ പറ. പാസ്റ്ററെ, എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു. ഇച്ചിരി നേരത്തെയൊക്കെ ദൈവം വിളിച്ച് ദൈവസ്ഥനിൽ ചേർക്കപ്പെട്ടു. അതിനോടൊക്കെ അഡ്ജസ്റ്റ് ആകാൻ ഇച്ചിരി പാടുപെട്ടെങ്കിലും എനിക്ക് മനസ്സിലായത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങളുടെ അവസ്ഥ പാസ്റ്ററെ, എൻ്റെ ഭർത്താവ് മരിച്ചപ്പോ ഞങ്ങളുടെ വീടിനകത്ത് കടം കയറി അങ്ങേയറ്റം പറ്റി. ജപ്തി ചെയ്തുകൊണ്ട് ഉപ്പ് ചിരട്ട വരെ കൊണ്ടുപോകാൻ പോവാ. സിസ്റ്ററെ, ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞില്ലല്ലോ പിള്ളേര്. അതാ പാസ്റ്ററെ ഞാൻ പറഞ്ഞു വരുന്നു. എല്ലാം കൊണ്ടുപോയി ഇപ്പൊ എന്റെ പിള്ളേരെ അവരടിമകളാക്കാൻ പോവാ. അവരെന്തി? അതാ പറഞ്ഞു വരുന്നു. ഞാൻ ഇന്ന് കഴിയുന്ന പോലെ നിർബന്ധിച്ച തരാം. അതുങ്ങൾ ചോദിക്കുക, അമ്മേ, നമ്മൾ ഇത്രയും കാലം ബന്ധിക്കോത്തി വന്ന് കൈയടിച്ചിട്ടൊന്നും ഒരു ഗുണം ഉണ്ടായില്ലല്ലോ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും. ആര് പറയാ? ഒരു തലമുറ പറയാ കൈയടിക്കുന്നോണ്ട് ഗുണമില്ലെന്ന്. പാട്ടുപാട് എനിക്ക് പറയാൻ പറ്റും വല്ല ഗുണവും ജീവിതത്തിൽ ഉണ്ടായത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഗുണമാണ് ഇതുവരെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തലമുറ ഇന്ന് പറയുന്നു കൈയടിക്കുന്നുണ്ടും പാട്ടുപാടുന്നുണ്ടും ഒന്നും ഗുണമില്ല. നിന്ന് കരയുന്ന സഹോദരിയോട് ദൈവാത്മാവ് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരണ്ടേ? ദൈവസന്നിധി കരയുന്ന പ്രിയ മാതാവേ, സഹോദരി, നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ദൈവം തയ്യാറാണ്. അതേച്ചാ ദൈവസന്നിധി കരയുന്നവരോട് ഞാൻ പറയുന്നു,
നിനക്ക് വേണ്ടി ഏതു നിയമത്തെയും തിരുത്താൻ എൻ്റെ ദൈവം തയ്യാറാണ്. തിരുത്തും. കരഞ്ഞു, ദൈവം ചില നിയമങ്ങളെ തിരുത്തും. ജീസസ് എന്ത് ചെയ്യാൻ? നിന്റെ കയ്യിൽ എന്നാ പറഞ്ഞു? ഒരു ഭരണയാണ് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ, അന്ന് മുതൽ ഇന്ന് വരെ അതൊട്ടും കുറഞ്ഞിട്ടില്ല, പക്ഷെ ഒട്ടും കൂടിയിട്ടില്ല. അതാ കുഴപ്പം. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ചലിക്കട്ടെ. കൂടുതലൊന്നും ചലിപ്പിക്കണ്ട. എൻ്റെ കയ്യിലുള്ളതല്ല നിങ്ങളുടെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിലുള്ളതല്ല റോയ് ഷോമൽ പാസ്റ്റർ കയ്യിലുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതല്ല റോബിൻസൺ ബ്രദറിന്റെ കയ്യിലുള്ളത്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതല്ല ജസ്മിൻ പാസ്റ്റർ കയ്യിലുള്ളത്. ഓരോരുത്തരുടെ കയ്യിലും ഓരോന്ന് ദൈവം കൊടുത്തിരിക്കും. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചലിക്കട്ടെ. സ്വോത്രം പറയാൻ കൃപ കിട്ടിയെങ്കിൽ സ്വോത്രം ചലിക്കട്ടെ. അല്ല, ഒരു തുള്ളി കണ്ണുനീരാ ദൈവം ഏൽപ്പിച്ച അത് ചലിക്കട്ടെ. ഉള്ളത് ചലിക്കട്ടെ. ചലിക്കുന്നവന്റെ ബന്ധന വഴി അവർക്ക് കാര്യം പിടികിട്ടി. വീട്ടിൽ ചെന്ന് നോക്കി, പണ്ട് നിറഞ്ഞിരുന്ന പാത്രമല്ല ഇപ്പോഴും നിറഞ്ഞായിരിക്കുന്നത്. എണ്ണയല്ല, ചുക്കിലി വലയാന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒന്ന് വൃത്തിയാക്കി സ്വത്രം ഇതൊക്കെ എണ്ണ ഒഴിച്ചു. വീട്ടിലെ പാത്രം മുഴുവൻ നിറഞ്ഞു. വീട്ടിലെ പാത്രം നിറഞ്ഞ പൈലോക്കത്തെ പാത്രം വീട്ടിൽ അത് മുഴുവൻ നിറഞ്ഞു. സഭയിലെ വന്നു, നാട്ടിലെ വന്നു, എല്ലാം വന്നു. എല്ലാം നിറഞ്ഞപ്പോൾ പാസ്റ്റർ എടുക്ക ആളിനെ വിട്ട് എന്നാ ചെയ്യണം? പാസ്റ്റർ പറഞ്ഞു, വിറ്റോ, വിറ്റിട്ട് കടം വീട്ടിക്കോ. വിറ്റു, കടം വീട്ടി. പണ്ടത്തെ ജപ്തി നോട്ടീസിന്റെ സ്ഥാനത്ത് അക്കൗണ്ടിനകത്തെല്ലാം ബാലൻസ്. ഇതാരറിഞ്ഞു? ഇങ്ങനൊരു വീട് രക്ഷപ്പെട്ട ഗുഡ് ന്യൂസുകാർ. അവര് ഈ വീടിനെ കുറിച്ച് ഫീച്ചർ എഴുതാനായിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇവിടെ ഇല്ല, പിള്ളേർ മാത്രമേ ഉള്ളൂ. അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പം പിള്ളേർ പറഞ്ഞു എറണാകുളത്തെ ബാങ്കിൽ പോയിരിക്കുക, ഇപ്പൊ അവിടെ വരെ അക്കൗണ്ട് ഉണ്ട്. ചോദിച്ചു അതിന് അന്നേരം പിള്ളേർ സാക്ഷിയെല്ലാം പറഞ്ഞു. ഈ പത്രപ്രവർത്തകർ എപ്പോഴും എഴുതുമ്പോൾ അവരൊരു കണ്ടന്റ് എഴുതത്തുള്ളൂ, ഹെഡിങ് ആയിട്ട് എപ്പോഴും. പിള്ളേരുടെ അനുഭവസാക്ഷിയാ കണ്ടന്റ്. എന്തായിരിക്കും ഈ പിള്ളേർക്ക് പറയാനുള്ളത്? പിള്ളേർക്ക് പറയാനുള്ളത് ആകത്തുക ഇത്രയേ ഉള്ളൂ: ഞങ്ങളുടെ അപ്പനെ മരിച്ചിട്ടുള്ളൂ, ഞങ്ങൾ അപ്പൻ സേവിച്ച ദൈവം മരിച്ചിട്ടില്ല. എൻ്റെ അപ്പനെ മരിച്ചിട്ടുള്ളൂ, എൻ്റെ അപ്പൻ്റെ ദൈവം മരിച്ചിട്ടില്ല. സഭയ്ക്ക് തണലായി നിൽക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ കണ്ട കാര്യം, അനേകരുടെ അനുഭവത്തിൽ കണ്ട കാര്യമായി പറയുന്നത്. ദൈവസഭയ്ക്ക് തണൽ നിൽക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ കണ്ണിൽ നടഞ്ഞാൽ നാളെ നിങ്ങളുടെ കുഞ്ഞു പറയും, എൻ്റെ അപ്പൻ സേവിച്ച ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അങ്ങനെ പറയത്തക്ക രീതിയിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ തലമുറയിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കരുണയുടെ മതിലാകണം. കരുണയുടെ മതിലാണോ? ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ഷാബാര. എന്താന്നേലും ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുക: പിള്ളേരെ മണ്ണിട്ട് മൂടാൻ ദൈവം സമ്മതിക്കത്തില്ല. ഭാവി തുറക്കും. കരുണയുടെ മതിലായി നിൽക്കുന്ന ദൈവമക്കളെ, ഭാവി തുറക്കും. കർത്താവ്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ ജനത്തിന്റെ മുമ്പിൽ ആട്ടയപ്പെട്ട ചില വാതിലുകൾ തുറക്കപ്പെടട്ടെ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ. യേശു എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ. വൈരിയുടെ വാതിൽ അടച്ചിടുമേ. കർത്താവ്, അങ്ങ് തുറക്കുന്നു. അത്ഭുതം കാണാൻ ഈ ജനത്തെ സഹായിക്കും. പ്രത്യേകം അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ദൈവം സഹായിക്കും. താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രിയിലും വളരെ ശക്തമായി ദൈവം നൽകിയ നിയോഗത്തിനനുസരിച്ച് ദൈവാത്മാവിൽ സംസാരിക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസിനെ ദൈവം കരങ്ങളെടുത്തല്ലോ. കർത്താവ് നമ്മെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി കരങ്ങളെടുത്ത് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ നാം കേൾപ്പാനിടയായി, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോവിന്റെ മതിൽ ഇടിഞ്ഞു വീഴുവാനിടയായി. നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ, അവ ഒരുപക്ഷെ മതിൽ പോലെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും അവയെ തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ജയിക്കുന്ന ഒരു വിശ്വാസമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ വിശ്വാസത്തെ നാം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം നാം യാത്ര ചെയ്യുമെന്നുണ്ടെങ്കിൽ അതെ, നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റുവാനിടയാകും. വിശ്വാസത്തിൽ നിന്ന് നമ്മെ അടിപതറി മാറ്റിക്കുവാൻ പല വിധത്തിൽ സാത്താന്യ ശക്തികൾ ശ്രമിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ ഉപവാസത്തിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നമുക്ക് വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാനിടയാകട്ടെ. വിശ്വാസത്തിന്റെ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് ഇറങ്ങുവാനിടയാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് വിശ്വാസത്തിന്റെ വിവിധ സ്റ്റെപ്പുകളെ കുറിച്ച് ദൈവത്തിന്റെ ദാസൻ ഇന്ന് രാത്രി ഓർപ്പിപ്പാനിടയായി തീർന്നല്ലോ.
ദൈവത്തോടടുത്ത് നാം മുന്നേറുകയാണെങ്കിൽ, ദൈവഹിതത്തോട് ചേർന്ന് നാം മുന്നേറുകയാണെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയോട് ചേർന്ന് നാം നിൽക്കുകയാണെങ്കിൽ, എത്ര വലിയ മതിലുകളായാലും അതിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുവാൻ കഴിയുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട്. നാം ഇന്ന് രാത്രി കേട്ടതുപോലെ അവൻ ജീവിക്കുന്ന ദൈവമാണ്. അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഏത് പ്രയാസമായാലും, ഏത് പ്രതികൂലമായാലും, തലമുറകളുടെ വിഷയമായാലും, തകർന്ന് തരിപ്പണമായി എന്ന് ചിന്തിക്കുന്ന വിഷയമായാലും, ഈ രാത്രിയിൽ ആ വിഷയം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുമെങ്കിൽ നിശ്ചയമായി ദൈവം അത്ഭുതകരമായി വിടുവിപ്പാനിടയായിത്തീരും. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് തന്റെ അഭിഷക്തനെ ശക്തമായി കരങ്ങളെടുത്തതോർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇത്രത്തോളം സമയം ദൈവത്തിലായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. അനേക ദൈവദാസന്മാർ ഇന്ന് രാത്രി നമ്മോടൊപ്പം ജോയിൻ ചെയ്തു. പാസ്റ്റേഴ്സ് ബേബി സണ്ണി, ജിജോ മാത്യു, ബിജു വർഗീസ്, ഡോക്ടർ മാത്യു സി വർഗീസ്, പാസ്റ്റർ രാജു ലൂക്കോസ്, പാസ്റ്റർ വിജി വിറ്റി, പാസ്റ്റർ MC ജോസ്, പാസ്റ്റർ റെജി സാം, പാസ്റ്റർ ആന്റണി വർഗീസ്, പാസ്റ്റർ PJ സാമുവൽ തുടങ്ങിയ അനേക ദൈവദാസന്മാർ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചു. ദൈവദാസന്മാരായ നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി കാൽവറി പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ പേരിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി ദൈവത്തിൽ നമ്മുടെ തലളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജസ്വിൻ മാത്യൂസ് ആണ് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. ബ്രിസ്ബെയിലുള്ള ഗ്ലോറിയസ് ലൈഫ് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം ഓസ്ട്രേലിയയിലുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ ഇന്ത്യൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു വരുന്നു. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടതിന് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ഈ രണ്ടാമത്തെ ദിവസം, രണ്ടാമത്തെ സെക്ഷനിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നതിനായി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. വന്ന സമയം മുതൽ കർത്താവിനെ പാടി ആരാധിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നു. പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകി തന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചന കേൾക്കുവാനും ദൈവം നമ്മളെ സഹായിച്ചതിൽ നമുക്ക് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ദൈവം ഇത്രത്തോളം നടത്തിയതിനായി എല്ലാവരും കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകർന്ന ദൈവത്തിന്റെ കൃപ, ഇന്ന് വചന ശുശ്രൂഷയിൽ പകർന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥനയിൽ നമ്മുടെ മേൽ ചൊരിയപ്പെടുവാൻ എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദരകലബ ശന്തരബലക റീബാരകല ആ വചനത്തിൽ ഞങ്ങളോട് വ്യാപരിച്ച ദൈവത്തിന്റെ ഇടപെടലുകള് ഇപ്പോൾ ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവമേ അടുത്ത ദിവസങ്ങളിൽ പ്രാപിക്കുന്ന വലിയ ദൈവകൃപ അതിനേക്കാളിലുപരിയായി ഈ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവ പ്രവൃത്തിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സഭയായിട്ട് ദേശത്തിന്റെ മധ്യേ ദൈവത്തിന്റെ കാഹളമൂതുവാൻ കർത്താവെ സഭയ്ക്ക് ദൈവം ഇടയാക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളെ വാസ്തവമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ചാരംഭിച്ച കർത്താവെ ഈ സെക്ഷനെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അഭിഷിക്ത ദൂതമായി കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ മധ്യയിൽ ദൈവം അയച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, തുർമാനമായി കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ മധ്യയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും വൈകിട്ടിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രണ്ടാമത്തെ ദിവസവും ജയകരമായി ഞങ്ങളെ നടത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വിവിധ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകള് ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ. കർത്താവ് ദാസന്മാരെ വീണ്ടും ഞങ്ങൾ വചനവുമായിട്ട് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഒരു കർത്താവെ ഒരു ഡിഫിക്കൽട്ടീസ് ഒന്നും വരാതെ ശുശ്രൂഷകളെല്ലാം നന്നായി നടക്കുവാനുള്ള കൃപ ദൈവം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തിന്റെ ഹൃദയങ്ങളെ ഞങ്ങൾ ഉയർത്തുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ദൈവം തന്ന വിശ്വാസത്തിന്റെ ഹല്ലേലൂയ പോരാട്ടത്തിന് വേണ്ടി ദൈവമേ ഞങ്ങൾ പോരാടുവാനുള്ള വലിയ ആഹ്വാനം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു
പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഓ ദൈവത്തിന്റെ ഒരു മതിലായി നിൽക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഉപദേശത്തിന്റെ മതില്, ഓ ജീവിത വിശുദ്ധിയുടെ മതില്, ഓ ഹല്ലേലൂയ ദൈവമേ ഒക്കെ ഉയർത്തുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ അനേകരോട് കരുണ തോന്നുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയിക്കുന്ന ചിലരോട്, പിന്മാറ്റത്തിൽ പോയ ചിലരോട് ഓ ഹല്ലേലൂയ ദൈവമേ മനസ്സലിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ഈ പ്രാർത്ഥന അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഒരു ദൈവ പ്രവൃത്തി ഓക്ക് വേണ്ടി ഞങ്ങൾ മുട്ടുകൾ മടക്കിയിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പ്രിയ റോയ് പാസ്റ്ററുടെ നേതൃത്വത്തിൽ ഓ ഞങ്ങൾ മുട്ടുകൾ മടക്കിയിരിക്കുന്നു. ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ വ്യാപാരം ഈ ദിവസങ്ങളിൽ കർത്താവ് അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രിയിൽ കേട്ട വചനപ്രകാരം തലമുറയോടുള്ള ബന്ധത്തിലുള്ള എല്ലാ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ കർത്താവ് തന്നെ തകർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാ വെല്ലുവിളികളെയും യേശുവിന്റെ നാമത്തിൽ ഓ മാറ്റുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ അധികാരത്തിൽ ഓ ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറ ദൈവത്തിന്റെ വകയാകയാൽ ഓ ഹല്ലേലൂയ ദൈവമേ നഷ്ടപ്പെടുത്തുന്ന ശക്തികളുടെ മധ്യേ യേശുവിന്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ ദൈവമേ മടക്കി തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നഷ്ടപ്പെട്ട തലമുറയെ ദൈവം മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രിയിൽ പെയ്തിറങ്ങിയ ദൈവവചനത്തിന്റെ പ്രകാശനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വലിയ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അന്നാളെയും കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യയിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സെക്ഷനുകളും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ ഇടയാക്കി തീർക്കണമേ. കാൽവറി പെന്തക്കോസ്തൽ ചർച്ചിനെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെയും ദൈവഭൃത്യന്മാരെയും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഇന്ന് രാത്രിയിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും ഓ ഹല്ലേലൂയ ദൈവമേ ഓ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. 2021 അവസാനിക്കുന്ന ഈ അവസാന മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുവാൻ ഇങ്ങനൊരു അവസരം ദൈവം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പുതിയ കാഴ്ചപ്പാടോടുകൂടി, പുതിയ കർത്താവെ പദ്ധതികളോടുകൂടി, കർത്താവെ പുതിയ ഓ ഹല്ലേലൂയ ദൈവത്തിന്റെ ഓ ഹല്ലേലൂയ പ്രത്യേകമായ കൃപയോടുകൂടി പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുവാനുള്ള വലിയ ദൈവകൃപ പകർന്ന ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് കൂടി വന്നിരിക്കുന്ന ജനങ്ങളെ ഓ ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ. വലിയ അനുഗ്രഹങ്ങളാൽ ദൈവം നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഓ വലിയ ഉത്സവത്തിന്റെ ദിവസങ്ങളെ ഞങ്ങൾക്ക് ദൈവം അയച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വലിയ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്നതിനായി നന്ദി പിതാവേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ആശീർവാദത്തോടെ പോവാനിടയായി തീരും. ആകാശവും ഭൂമിയും സകലവും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവിനാൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, പിതാവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും കാവലും നാം എല്ലാവരുടെ കൂടെയും കർത്താവായ യേശുവിന്റെ മടങ്ങുവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ജയം നൽകി തന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ ജസ്മിൻ മാത്യൂസ്. ധാരാളമായി കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ഇത്രത്തോളം സമയം ദൈവത്തിലായിരുന്ന എല്ലാ ദൈവമക്കൾക്കും അതേ കാൽവറി പെന്തക്കോസ്റ്റൽ ചർച്ച് മെൽബണിന്റെ പേരിലുള്ള എന്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ മീറ്റിംഗ് സൈൻ ഓഫ് ചെയ്യുന്നു. നാളെ വീണ്ടും നമുക്ക് കാണാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.